ഇങ്ങനെ സുന്നി ആയാലും മൈൻഡ് വർക്ക് ചെയ്യൂല പോലും. അതൊന്നും ആദ്യം കേൾക്കും. മൂപ്പര മൈൻഡ് വർക്ക് ചെയ്തോ ഞാൻ കാണിച്ചു തരാം. പക്ഷേ സുന്നിയായിട്ട് പാടുമ്പോൾ മൈൻഡ് വർക്ക് ചെയ്യില്ല. സുന്നിയായിട്ട് പാടുമ്പോൾ മൈൻഡ് വർക്ക് ചെയ്യില്ല. മൈൻഡ് വർക്ക് ചെയ്യൂല. ഇനി മൂപ്പര മൈൻഡ് വർക്ക് ചെയ്യുമല്ലോ. മൈൻഡ് വർക്ക് ചെയ്യുന്ന സാധനം ഞാൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതെന്താ കേട്ടോളെ, മൂപ്പര് പറയുന്നത് ഞാനിവിടെ കുണ്ടോട്ടിയിൽ പ്രസംഗിക്കുകയാണ്. അത് തന്നെ മൂപ്പര് പറയാം, എന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സംഘാടകരോട് എന്റെ ടെലിഫോൺ നമ്പർ വാങ്ങിച്ചോളി. അയാൾ പറയാ, എന്നാൽ ടെലിഫോൺ നമ്പർ വാങ്ങിയിട്ട് എന്നെ നിങ്ങൾ വിളിച്ചാൽ എന്റെ സംശയം നിങ്ങൾ തീർത്തു തരേണ്ടതാണ്. പറഞ്ഞു മനസ്സിലാവും? എങ്ങനെ അയാള് പ്രസംഗിക്കുന്നതിന് ഞമ്മക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംഘാടകരോട് നമ്മൾ ടെലിഫോൺ നമ്പർ വാങ്ങാം. എന്നിട്ട് എന്താ വേണ്ടത്? അയാളെ സംശയം നമ്മൾ തീർത്തു കൊടുക്കാം. അപ്പൊ മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലേ അയാൾക്ക്? അതൊന്ന് ആദ്യം കേട്ടോളി. എന്റെ സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘാടകരോട് എന്റെ ടെലിഫോൺ നമ്പർ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഞാനുമായുള്ള ഈ സംസാരിച്ച കാര്യത്തിലുള്ള സംശയങ്ങൾ തീർത്തു തരണമെന്നും ആദ്യമായി ഞാൻ മൂപ്പർക്ക് തീർത്തു കൊടുക്കാൻ വേണ്ടി. ഞമ്മക്ക് സംശയം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് സംശയം തീർത്തു കൊടുക്കണം. മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല ഇയാൾക്ക്. എത്ര കറക്റ്റായ സംസാരമാണ്. ഇനി ഈ മൈൻഡ് വർക്ക് ചെയ്യുന്ന മൗലവി ഉണ്ടല്ലോ, മൈൻഡ് മൗലവി, അയാളെ മൈൻഡാണ്. സുന്നിയായിട്ട് മാല പാടുമ്പോ മൈൻഡ് വർക്ക് ചെയ്യൂല എന്നാണ് ഇയാൾ പറയുന്നത്. വെല്ലുവിളിയാണ് മൂപ്പര്, ഭയങ്കര വെല്ലുവിളിയാണ്. എത്ര വെല്ലുവിളി നമ്മൾ കേട്ടതാ. ഞാൻ 25 കൊല്ലായി വെല്ലുവിളി കാണുന്നു. ഈ 25 കൊല്ലായിട്ടുമുള്ള വെല്ലുവിളി എന്തായാലും നമ്മളെ നാദാപുരത്ത് വന്ന മൗലവിന്റെ വെല്ലുവിളി. മൗലവിനിപ്പോ നമ്മളെ സാധാരണ പല്ല് പറിക്കുന്നിടത്ത് പോയാലുണ്ട് ആദ്യം ഒരു സൂചി വെച്ചിട്ട് തരിപ്പിച്ച് കിടത്തല്, അവരെ ഷാർജയെ കിടത്തിയിരിക്കുക ഇപ്പോ. കേട്ടോ? ഞാൻ പറഞ്ഞു വന്നത് ഇയാള് വെല്ലുവിളിയാണ്. ഇയാൾ പറയുന്ന വെല്ലുവിളി എന്നറിയോ? മങ്കൂസ് മൗലിദിലുണ്ട് ഒരു സ്ഥലത്ത് പറയുന്നത്, ആമിന ബീവി പ്രസവിക്കാൻ നോക്കുമ്പോ ഒരു പക്ഷി അങ്ങ് നിങ്ങൾ ഇറങ്ങി വന്ന് ആമിന ബീവിന്റെ ബാറ്റിന് അടിയിട്ട് കൊടുത്തു. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ മങ്കൂസ് മൗലിദിലുണ്ട്. അത് നിങ്ങളൊരു കിതാബ് കാണിച്ചു തരുമോ? ചോദിക്കാൻ, കിതാബ് കാണിച്ചു തരുമോ? കള്ളക്കഥയാണ്. എന്നാ സംഗതി എന്താ നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ അറിയാം, ആമിന ബീവിന്റെ ബാറ്റിന് ഒരു പക്ഷി ഇറങ്ങിയിട്ട് തല്ലിയുന്നുണ്ടോ? ഇല്ല. ഉള്ളത് എന്താണ്? ഫൈദാബി തായിരിൻ അബിയദ ഖസ്സഖത മിനൽ ഹവാ ഫമറ ബിജനാഹിഹി അലാ ബത്നി ഉമ്മിഹി ആമിന ഫളറബഹൽ മഖാദു ലൈലത്തുൽ ഇസ്നൈനി സാനിയശർ. അപ്പൊ മൂപ്പര് ലറബാന്ന് കണ്ടപ്പോ മൂപ്പര് വിചാരിച്ച് ബാറ്റ തടിച്ചതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഉള്ളതെന്താണ്? ഉള്ളതൊരു വെളുത്ത പക്ഷി ഇറങ്ങി വന്ന് ആമിന ബീവിന്റെ സമീപത്ത് കൂടി അങ്ങ് പോയില്ല. മറ തന്നെ പോയില്ല, മറത്ത് അടിച്ചു എന്നല്ല, അങ്ങ് പോയി. ഒരു പ്രകാശം അങ്ങ് പോയി, ഒരു പക്ഷി. അപ്പം മഹദിക്ക് പ്രസവ വേദന ഇട്ടി പ്രസവിച്ചു എന്നാ. അത് മൂപ്പര് ലറബാന്ന് കണ്ടപ്പോ മൂപ്പരെന്ന് മനസ്സിലാക്കി ഈ പക്ഷി വന്നിട്ട് അടിച്ചു എന്ന അർത്ഥമെന്ന് മനസ്സിലാക്കി. എന്തോ ഒരു സങ്കടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. മൂപ്പര് പറയാ, സുന്നികളോട് കൂടിയാലേ ഇങ്ങനത്തെ ഒക്കെ വായിക്കേണ്ടി വരും. ആമിന ബീവിനെ അടിച്ചു. അറബി അറിയാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി? ബാക്കവിയാണ് പോലും സർട്ടിഫിക്കറ്റ് അനധികൃതമായി കൈവശപ്പെടുത്തിയോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ മൗലവി തന്നെ എഴുതി കൊടുത്തതോ അല്ലാഹു അഅലം. ഒന്ന് വെക്കുമോനെ. നമ്മൾ മങ്കൂസ് മൗലിദ് ഓതുന്നത് എത്ര കാലങ്ങളായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന സമയമായപ്പോൾ മേൽഭാഗത്തു നിന്നൊരു പക്ഷി വരികയും ആമിന ബീവിയുടെ പള്ളക്ക് അതിന്റെ ചിറക് കൊണ്ട് ഒരടിയെടുക്കുകയും തദവസരത്തിൽ പ്രസവ വേദന ഉണ്ടാകുകയും പ്രസവിക്കപ്പെടുകയും ചെയ്തു എന്നൊരു കഥ കാണുന്നില്ലേ? ഏത് ഹദീസിന്റെ കിതാബിലാണ് ഈ കഥകളുള്ളത്? സ്വഹീയായ പരമ്പരയിലൂടെ ആ ഹദീസ് ഒന്ന് കാണിച്ചാൽ എന്നെ നിങ്ങൾ തിരുത്തി. എന്നാൽ
നിങ്ങൾ തന്നെ ഇമാം സുയൂത്തി മുജദ്ദിദാണെന്ന് എഴുതി വെച്ചിട്ടില്ലേ? കെ മൗലവി സ്മാരക ഗ്രന്ഥത്തിലല്ലേ? ആ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമാണിത്, അൽ ഖസായിസുൽ കുബ്ര. അതിൽ ബഹുമാനപ്പെട്ടവരതാ രേഖപ്പെടുത്തുന്നു, ഫറഅയ്തു കഅന്ന ജനാഹ തൈറിൻ അബിയദ ഖദ മസഹ അലാ ഫുആദി ഫദഹബ അന്നി കുല്ല റഅബിൻ വകുല്ല വജഇ എന്ന് ഇമാം സുയൂത്തി നിങ്ങൾ പറഞ്ഞ മുജദ്ദിദാ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ചരിത്രങ്ങളൊക്കെ സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണമെന്ന് മൗലവിമാർക്ക് ഒരു പുതിയ കണ്ടുപിടുത്താം. പലിശ വാങ്ങാനും സഹിഹായ ഹദീസും വേണ്ട, ഖുർആനും വേണ്ട, പക്ഷെ ചരിത്രമൊക്കെ സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. ഏത് ഇമാമികൾ അങ്ങനെ പറഞ്ഞു ചരിത്രത്തിന് സഹിഹായ ഹദീസ് വേണം? അപ്പോ ഇമാം സുയൂത്തി മുജദ്ദിദ, ആ ഇമാം സുയൂത്തി ഇത് രേഖപ്പെടുത്തിയില്ലേ? അതുപോലെ എത്രയോ ഇമാമികൾ രേഖപ്പെടുത്തിയില്ലേ? നിങ്ങൾ കിതാബ് കാണാത്തതിന് മങ്കൂസ് പോലും തള്ളണോ? ഇനി ഞാൻ അതിനേക്കാൾ രസമുള്ള കപ്പിക്കുന്നത്, ഇനി ഇയാൾ പറയുന്നത് സറന്ദീപ് മൗലൂദുണ്ട്. മൗലൂദുണ്ട്. ഈ മൗലൂദ് കിതാബ്, ഞാൻ ഒരു കാര്യം പറയാം, സറന്ദീപിനെ പറ്റില്ല പറയും. ഈ മൗലൂദ് കിതാബ് എന്ന് പറഞ്ഞാൽ അച്ചടിച്ചിട്ട് വിടുന്ന ഒരു സാധനം, അത് ഈ അധികവും അച്ചടിക്കുക മുജാഹിദീങ്ങളാ. CH മുഹമ്മദ് എന്റെ സൺസ് ഇറക്കലാ മൗലൂദ് കിതാബ് എന്ന് പറ്റും. ആരെഴുതി കൊടുത്താലും ഇറക്കൽ തന്നെ. കുറെ മാലയും മൗലൂദ് എന്നുള്ള പേരിൽ എന്തൊക്കെയോ ഇറക്കുന്ന കുറച്ച് കാക്കാമാരുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത് എന്താണ് മുനമ്പത്ത് ബീവി മാല. ഇപ്പൊ ഞാൻ അന്വേഷിച്ചത് ആരതാ, ആളെ കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് നോക്കുമ്പോ ഒരു മൗലവി മുഹമ്മദ് മറ്റത്ത് നിന്നാണ്. ഞാൻ ഇയാളെ ടെലിഫോൺ ചെയ്തു, വിളിച്ചു ചോദിച്ചല്ല, നിങ്ങളല്ലേ ഈ മുനമ്പത്ത് ബീവി മാല ഉണ്ടാക്കിയ? ആ. ഞാൻ ചോദിച്ചു, അതിന് കുറെ കറാമത്ത് പറയുന്നുണ്ടല്ലോ, കുറെ കറാമത്ത് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ആ അത് കുറെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, നിങ്ങൾ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അതെനിക്ക് അനുഭവമൊന്നുമില്ല, എനിക്കൊരാൾ ഒരു ബുക്ക് തന്ന് അത് മാലയാക്കി തരണമെന്ന് ഞാൻ മാലയാക്കി കൊടുത്തു. ഞാൻ ആരാ ബുക്ക് എന്ന്? അത് മുജാഹിദീങ്ങൾ തന്നാണ്, CH മുഹമ്മദ് എന്റെ ഷംസ്. ഞാനത് മാലയാക്കി കൊടുത്തു. ഞാനൊരു കവിയാണ്, ഞാൻ മാലയാക്കി കൊടുത്തു. ഞാൻ ചോദിച്ചു, ആർക്കും തന്നാ കവിയാന്ന് പറഞ്ഞ് മാലയാക്കല? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മാലയും കവിതയും ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അറബിയിലുണ്ട് മലയാളത്തിലും. ഇവര് എഴുതുന്നതൊക്കെ നമ്മൾ മറുപടി ഇടാൻ പോകണം. നമ്മളെ ആലിമീങ്ങൾ അംഗീകരിച്ച മൗലിദ്, മങ്കൂസ് മൗലിദ് ഓക്കെ. മുഹീദ്ദീമാല ഏത്? കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കൊർവായിതൊക്കെയും നോക്കിയെടുത്തോവർ ഖാദി മുഹമ്മദ് എന്ന് പേരുള്ളവർ. മഹാനായൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എഴുതിയ മുഹീദ്ദീമാല മറുപടി പറയാമല്ലോ. ഏത് ചോദ്യം ചോദിച്ചോ പറയാം. ഖുർആൻ കൊണ്ട് പറയാം, ഹദീസ് കൊണ്ട് പറയാം, ഇമാമിങ്ങളെ ഗ്രന്ഥം കൊണ്ട് പറയാം. നേരെ മറിച്ച് ആരൊക്കെയോ മുഹീദ്ദീമാല എന്ന പേരിൽ വാറോല രചിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറയേണ്ടതുണ്ടോ? എന്തെല്ലാം വാറോലകൾ ആരെല്ലാമാ രചിക്കുന്നത്? ഇപ്പൊ ഞാനിത് പറയുന്നത് മാല കിതാബെന്നോ മൗലിദ് കിതാബെന്നോ ഉള്ള പേരിൽ ഈ ഇറക്കപ്പെടുന്ന അച്ചടിക്കപ്പെടുന്നതിലൊക്കെ ഉള്ളത് ഒക്കെയും സുന്നി ആശയങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുതേ മുസ്ലിമീങ്ങളെ. എത്രയോ വേണ്ടാത്തതൊക്കെയും പലരും അച്ചടിച്ചു വിടുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റല്ലാത്തത് തെറ്റാണെന്ന് പറയാൻ പാടില്ലല്ലോ. ഇയാൾ കാര്യമായിട്ട് കണ്ടുപിടിച്ച തെറ്റാകുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നു. ഇയാൾ പറഞ്ഞത് സറന്ദീപ് മൗലിദ്. ഈ സറന്ദീപ് മൗലിദില് ഉണ്ടൊരു വാചകം കണ്ടുപിടിച്ചതാ. എന്റെ മൂപ്പര് പറയാണ്, മാലിയക്കൽ സഖാഫി പറയുന്നത് ഞങ്ങള് മഹാൻ നബീനെ വിളിച്ച് സഹായം ചോദിക്കുന്നുണ്ടെങ്കിലും റബ്ബാന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ റബ്ബാന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാ മൗലവി പറയും. എന്താ തെളിവ്? സറന്ദീപ് മൗലിദാ. എന്നാൽ സറന്ദീപ് മൗലിദ് നിങ്ങൾ ഓതിയിട്ടുണ്ടോ? സറന്ദീപ് മൗലിദിൽ പറയുന്നത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വഅർജുക മറത്തൻ ഇല റബ്ബാനിയത്തി വഉനസ്സിലുക ഉഖ്റാ ഇലൽ ഇൻസാനിയത്തി. ചില അവസരത്തിൽ റബ്ബിന്റെ സ്വഭാവത്തിലേക്ക് താങ്കളെ നാം കയറ്റുന്നു, ചില അവസരത്തിൽ മനുഷ്യരുടെ പ്രകൃതിയിലേക്ക് നാം ഇറക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമായി സറന്ദീപ് മൗലിദിൽ എഴുതിവിട്ടിട്ടില്ലേ? ഇത് ഹദീസിനോ ഖുർആനിനോ യോജിക്കുന്നോ? യോജിക്കുന്നില്ല എന്നതാണ്. ഇതിലെന്താ ഉള്ളത് നോക്കിയാൽ മതി. വസാഹിബു ഖാബി ഖൗസൈനി ഉനസ്സിലുക ഇലുള്ള പോലെ വായിക്കട്ടെ. വസാഹിബു ഖാബി ഖൗസൈനി ഉനസ്സിലുക മർറത്തൻ ഇലൽ ഇൻസാനിയ വഅർജുക ഉഖ്റാ ഇലർ റബ്ബാനിയ. ഇതാ ഇപ്പൊ മൂപ്പര് കണ്ടുപിടിച്ച തെറ്റ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മനുഷ്യന്മാരുമായി ബന്ധപ്പെടുന്ന ഒരു പദവിയിലേക്ക് തങ്ങൾ ഇറക്കുകയും അള്ളാഹുമായി ബന്ധപ്പെടുന്ന ഒരു പദവിയിലേക്ക് തങ്ങൾ ഉയർത്തുകയും ചെയ്യും
എന്ന് പറഞ്ഞൊരു വാചകം. ഇതിലെന്താ തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന സമയമില്ലേ? മിറാജിന് പോയ സമയമില്ലേ? ആരും അടുക്കാത്ത സമയമില്ലേ? ആ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുമായി റബ്ബുമായി അടുക്കുന്ന അഥവാ റബ്ബുമായി പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്നതിലെ സമയങ്ങൾ അങ്ങനത്തെ ഉയർന്ന മർത്തബയുണ്ട്. അതിന് മൂപ്പര് പറയാണ്, അപ്പൊ റബ്ബാനിയ എന്ന് പറഞ്ഞില്ലേ? റബ്ബാനിയ എന്ന് പറഞ്ഞില്ലേ? അപ്പന്തായി റബ്ബാക്കലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മനുഷ്യന്റെ ഒരു വിവരക്കേട്. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താന്ന് മുസീബത്ത് പറയണോ? ഇയാള് ഇനിയിപ്പോ മൗലവിമാര് പേരോട് തലയെക്കെട്ടിനെ എതിർത്തു. തലയെക്കെട്ടിനല്ല എതിർക്കുന്നത്, ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നത്. അല്ലേ? ഞാൻ ഖുർആനിൽ ഓതുന്നു മൗലവിമാരെ, റബ്ബാനി എന്ന് മഹാന്മാരായ ആളുകൾക്ക് റബ്ബാനി എന്ന് ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബാക്കലാണോ? കേട്ടോ, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ, ഒരായത്ത്. ഇനി കേട്ടോ, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമൂ ലില്ലദീന ഹാദൂ വറബ്ബാനിയൂന വൽ അഹ്ബാർ ബിമസ്തുഹ്ഫിദൂ മിൻ കിതാബില്ലാഹ്. ഇനിയും കേട്ടോ, കൂനൂ ഇബാദൻ ലീ മിൻ ദൂനില്ലാഹി വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. ഖുർആനിൽ റബ്ബാനികളാവുക, റബ്ബാനികളായവർ, ഇങ്ങനെ എത്ര സ്ഥലത്ത് ഖുർആനിൽ ആയത്തുണ്ട്. പക്ഷേ ഈ മൗലവിന്റെ തലയിൽ സുന്നികളെ കാഫിറാക്കലല്ലാതെ ചിന്തയില്ലാത്തതുകൊണ്ട് ഖുർആനിൽ ആയത്ത് പോലും കണ്ടില്ലല്ലോ. ഇനി എന്താ മൂപ്പരേഷ്കാല്? ഇനി മൂപ്പരേഷ്കാല് നല്ല രസമുള്ളതാണ്. എന്നെ കള്ളനാക്കി നോക്കി ചങ്ങാതിയ. മൂപ്പര പ്രസംഗം ആദ്യം തന്നെ മുജാഹിദ് വെച്ച്, അവിടെ ഞാൻ അയാളെ അവസാനം വെച്ച്. ഇനി ഞാൻ പറയട്ടെ, ഇയാൾ പിന്നെന്താ പറയുന്നത്? ഇവർക്ക് സംശയങ്ങളാണല്ലോ. മഹ്മൂദ് മാല എന്നൊരു മാലുണ്ട്. മഹ്മൂദ് മാല, അതിലെന്താ കുഴപ്പോ? മഹ്മൂദ് മാലയിലുണ്ട് പോലും നബി തങ്ങൾ അഹദാണ്, നബി റബ്ബാണ്. മഹ്മൂദ് മാലയിലുണ്ട് പോലും. എന്ന ഈ മൗലവിമാർ എന്തെങ്കിലും ആയിപ്പോയതെന്ന് ഞാനാ നിങ്ങൾ അബൈക്കുണ്ടായില്ല. ഒരു ഷെയ്ഖ് എന്തേലും ആലുന്തറ ഷെയ്ഖ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു പേട് സഖാഫിയും കൂടിയില്ലേ? എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ആ ആലുന്തറ ഷെയ്ഖിനെതിരെ പ്രസംഗിക്കുമ്പോ ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ ആ കേസൊട്ടൊന്ന് കേട്ട് പഠിച്ചുകൂടെ ഈ ചങ്ങാതിക്ക്? എന്താ ഉള്ളത്? മഹ്മൂദ് മാല. മഹ്മൂദ് മാലയിൽ എന്താ പ്രശ്നം? മഹ്മൂദ് മാലയെ പറഞ്ഞോലോ, അതൊന്ന് കേൾപ്പിക്കാം. നമ്മള് മൗലവി എന്നെ പറഞ്ഞു ഒന്ന് കേൾപ്പിക്കാം മോനെ. ആ മഹ്മൂദ് മാലനെ പറ്റി ഉപ്പര് പറഞ്ഞത്. മഹ്മൂദ് മാലപ്പാട്ടിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദ് ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് ആണ് എന്നാണ്. അതെവിടെയാ പറയുന്നത്? മീമത്തെ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും മൈനത്തെ അറബി ഞാനെന്നോവർ. അഹ്മദ് എന്നതിൽ നിന്ന് മീമ് പോയാൽ അഹദ് എന്നാകുന്നു. ആ അഹദ് ഞാനാണ്. അറബ് എന്നതിൽ ഐൻ അറ്റുപോയാൽ റബ്ബ് എന്നാകുന്നു. ആ റബ്ബ് ഞാനാകുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഹദ് എന്ന അല്ലാഹുവിന്റെ മർത്തബയിലേക്കും റബ്ബ് എന്ന അല്ലാഹുവിന്റെ മർത്തബയിലേക്കും എത്തിച്ചില്ലേ? ഈ മൗലവി 1ാം ക്ലാസ്സിൽ ചേർക്കണം. 1ാം ക്ലാസ്സിൽ ചേർക്കണം. എഴുതി പഠിപ്പിച്ചു തരാം. എഴുതു മോനെ. അഹ്മദ് എന്നാ എഴുതിയത്. എന്താ എഴുതിയത്? അഹ്മദ്. നോക്കോളി. അഹ്മദ്. മീമ് പോട്ടെ. മീമ് തട്ട്. എന്താ ഉള്ളത് നോക്ക. അഹിദ് ഹാഇന് സുക്കൂന. അഹിദ്. ഖുൽ ഹുവല്ലാഹു അഹിദ് അല്ലേ? അഹദ് എന്നോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ലേ അല്ലാഹുവിനെ പറ്റി പറയുന്നത്? അഹദ്. ഹാഇന് ഫത്ഹയല്ലേ വേണ്ടത്? അതിന് പകരം മീമങ്ങ് അഹ്മദ് എന്നുള്ളതിന് മീമ് പോയാൽ അഹദ് എന്നാവോ? അഹിദ് ഹാഇന് സുക്കൂനല്ലേ വരുള്ളൂ. പിന്നെ ഇങ്ങനെ അത് അഹദാകല്? ഇത് മനസ്സിലായോ? അപ്പൊ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല മൗലവി. ഇനി നമ്മളൊക്കെ അറബി. മീമത്തെ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും മൈനത്തെ അറബി ഞാനെന്നോവർ.
ഇനി മൗലവി പാടി അറബി. അതിന്റെ അയനൊന്ന് പോക്കിയട്ടെ, അതിന് പോട്ടെ. എന്താ ഉള്ളത് നോക്ക, ബാക്കി എന്താ ഉള്ളത്? റബി. പിന്നെ ഇങ്ങനെ റബ്ബാല് റബി എന്നല്ലേ ഉണ്ടാവുക അയിന് പോയാല്. അഹമ്മദിലെ മീമ് പോയാൽ എങ്ങനെയാ അത് അഹദാകുന്നത്? അറബി എന്നതിലുള്ള അയിന് പോയാ റബി എന്നല്ലാണ്ട് എങ്ങനെ റബ്ബാകുന്നു? മൗലവി പാടി ഒന്നുകൂടി വെച്ചാട്ടെ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ മൗലവിന്റെ അറിവുകൾ. മഹമൂദ് മാലപ്പാട്ടിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദ് ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് ആണ് എന്നാണ്. അതെവിടെയാ പറയുന്നത്? മീമത്തെ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും മൈനത്തെ അറബി ഞാനെന്നോവർ. അങ്ങനെ മൗലവി അറബി എന്നതിൽ അയിന് പോയാ റബ്ബ് എന്നാകുക. എന്താണ് അക്ഷരം എന്ന് പോലും ഇയാൾ പഠിച്ചില്ലല്ലോ. എന്തൊരു സങ്കടമാണിത്. എന്ന സംഗതി എന്താണെന്നറിയോ? ഞാൻ പാടാ. മീമുറ്റേ, മീമറ്റേന്നല്ല, മീമുറ്റേ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും ഐനുറ്റേ അറബി ഞാനെന്നോവർ. അപ്പൊ ഐനുറ്റേ മീമുറ്റേന അവിടെ ഇവരെന്ത് ചെയ്തു? അച്ചടിപ്പശ കണ്ടുപെട്ട്. അച്ചടിപ്പശകാണ് ഏത്? അറ്റേന്ന്. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും തിരിയൂലേ അറബി എന്നതിൽ അതിന് പോയ റബ്ബ് നാവുലാൻ. ഇതും കൂടി തിരിയാത്തവനാണ് എന്താവുന്നത്. ആ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ കുറെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതാ ഇപ്പൊ സുന്നിന്ന് കിട്ടിയത്. ഇനി സഹോദരന്മാരെ, ഇനി മൂപ്പര് പറയുന്നത് നമ്മൾ ഈ സുന്നികളെ നമ്മൾ അട്ടിമറിയാണ്ട് പോലും, നമ്മൾ അട്ടിമറിയാണ്ട് പോലും. മറിയുന്ന ഇയാളാണ്, അട്ടി മൂപ്പരാ. നമ്മൾ അട്ടിമറി തന്നെയാണിത്. അട്ടിങ്ങനെ മറിക്കുന്നു, അട്ടിമറി. നമ്മൾ എന്താ മൗലവി അട്ടിമറിച്ചത്? നേരെ മറിച്ച് നിങ്ങൾ അട്ടിമറിച്ചു. ഉമർ മൗലവി ഖുർആനിന്റെ മലയാളത്തിൽ പരിഭാഷ ആയത്തിന്റെ അർത്ഥം കട്ടിട്ടെഴുതി. ഞാൻ എത്ര സ്ഥലത്ത് വിതരണം ചെയ്താണ് കോപ്പി അല്ലേ? വമാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ എന്ന സ്ഥലത്ത് മൗലവി അർത്ഥം വെച്ചത് തെറ്റല്ലേ, കട്ടിട്ടല്ലേ? അമാനി മൗലവി കൃത്യമായിട്ടും അർത്ഥം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു തെറ്റാന്ന് പറയണ്ട. എന്താ അർത്ഥം വെച്ചത്? മുറുമൗലവിന്റെ അർത്ഥം കേട്ടോളെ. നിങ്ങളുടെ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ശിഥിലമായി പോയിരിക്കുന്നു. എന്നാൽ അതേ വാക്കിന് അമാനി മൗലവിന്റെ അർത്ഥം കേട്ടോളെ. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്നു നിങ്ങൾ ജൽപ്പിച്ചവരായ നിങ്ങളുടെ ആ ശുപാർശകന്മാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല. അപ്പൊ ശുപാർശകന്മാരാണെന്ന്, പങ്കുകാരാണെന്ന് വിശ്വസിച്ച ജൽപ്പിച്ച കൂറുകാരിയുന്ന ശുപാർശകാരിയുന്ന അത് മൂപ്പര് കട്ടു, മറുമൗലവി കട്ടു. ഞാൻ ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു മൗലവി മറുപടി പറഞ്ഞു അതിന്. ഈ തിരുമറിന്റെ ആൾക്കാർ നമ്മളെ തലയിൽ തിരുമറി വെക്കുക. എന്നാൽ അതൊന്ന് കേൾപ്പിച്ചോർത്തവനെ അട്ടിമറി എന്ന് കേൾപ്പിച്ചോർത്തെ. ഇനി 2-3 സ്ക്രിപ്റ്റും കൂടി. രണ്ടാമത്തേത്, സുന്നി പ്രസ്ഥാനത്തിലെ നേതാക്കൾ അവരാൽ കഴിയുന്ന രൂപത്തിലെല്ലാം പരിശ്രമിച്ചുകൊണ്ട് ഹദീസുകളെയും ഹദീസുകളുടെ വ്യാഖ്യാനത്തെയും ഖുർആനെയും ഖുർആനിന്റെ വ്യാഖ്യാനത്തെയും അട്ടിമറിക്കുന്നു. എവിടെ അട്ടിമറിച്ചത്? ഇനി അയാൾ പറയുന്നുണ്ട് കുറച്ച് കാര്യം. അത് ഞാൻ ഓരോന്നോരോന്ന് എടുക്കാം. എനിക്ക് കേട്ടോളി. ഇയാൾ പറയുന്നത് മുഹമ്മദ് നബി ഉമ്മ ബാപ്പയിൽ ജനിച്ചതല്ല എന്നാണ് സുന്നികൾ പറയുന്നത്. ഉമ്മാക്കും ബാപ്പക്കും അബ്ദുള്ളാക്കും ആമിനക്കും ജനിച്ചതല്ലാന്ന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മഹ്മൂദ് മാലയിലുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അവന് വെച്ചുകൊടുത്തവനെ 63. അതുപോലെ തന്നെ മഹ്മൂദ് മാല പാട്ട് പാടിയാൽ, മൗലൂദുകൾ നാം പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ള എന്നവരുടെയും ആമിന ബീവിയുടെയും മകനായി വളർന്നു വന്ന മനുഷ്യ മകനല്ല. അതുപോലെ തന്നെ മഹ്മൂദ് മാല പാട്ട് പാടിയാൽ, മൗലൂദുകൾ നാം പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ള എന്നവരുടെയും ആമിന ബീവിയുടെയും മകനായി വളർന്നു വന്ന മനുഷ്യ മകനല്ല. മഹ്മൂദ് മാല വെച്ചു കൊടുക്കുക. ഞാൻ പാടാം. ആദം നബിക്ക് 51 മകനായി അബ്ദുള്ള എന്നോർക്ക് ആമീന പെറ്റ
പെറ്റോവർ. മുഹമ്മദ് വാലയിലുള്ള എന്താണ്? അബ്ദുള്ള എന്നോർക്ക് ആമീന് പെറ്റോവർ. ഇവൻ പറയുന്നതോ മഹമ്മൂദ് മാലയിലുണ്ട്, അബ്ദുള്ളാന്റെയും ആമിനിന്റെയും മോനല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? എന്നാ സഹോദരന്മാര്, ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഇയാൾ പറയുന്നത് മുഹമ്മദ് നബി ഒരു മയിലാണ്, സിദ്ദീഖുൽ അക്ബർ പൂവൻ കൊയ്യു, ഉമർ ഇബ്നുൽ ഖത്താബ് എന്താണ് ഭൂമി അല്ല കാക്ക, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഒരു ഭൂമ, അലി ബിൻ അബി താലിബ് രാജകിളി. ഇങ്ങനെയാണ് മാലയിലുള്ളത്. സംഭവം എന്താണെന്നറിയോ? ഇത് മൂപ്പര് പാടുന്നുണ്ട്, അതിനായി പറഞ്ഞ് ബാപ്പന്റെ ഉമ്മന്റെ മോനല്ല. സംഭവം എന്താന്ന് ചോദിച്ചാല് ഈ മാലയിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പ്രകാശമായി ആത്മീയ ലോകത്തുള്ള കാലം, അക്കാലത്ത് വളരെ ഭംഗിയുള്ള ആളാണ് എന്നതിന് ആലങ്കാരിക പ്രയോഗം ഉപയോഗിച്ചു. മയിൽക്കോലം എന്ന് പറഞ്ഞു. കാരണം വളരെ ഭംഗിയുള്ള ഒരു ജീവിയാണ് മയിൽ. അപ്പൊ ആ മയിൽക്കോലം എന്ന് പറഞ്ഞ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ ആ മയിൽക്കോലമുള്ള നബിയുടെ അടുക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഴകുള്ള ദീക്ക്, പൂങ്കോഴി നല്ല ഭംഗിയുള്ള ജീവിയാണ്. ഇങ്ങനെ വളരെ ഭംഗിയുണ്ടായിരുന്നു എന്നതിന് കവിത ചൊല്ലുന്ന കവി ആലങ്കാരികമായി പറഞ്ഞ പ്രയോഗമാണ്. ഇയാൾക്ക് തെളിവെന്തിന്? നബി മയിലായിരുന്നു, കോഴിയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് തെളിവ്. എന്നാ ഞാനതൊന്ന് ആദ്യം മൗലവിന്റെ നാവുകൊണ്ട് കേൾപ്പിച്ചിട്ട് മൗലവിന്റെ ആൾക്കാരെ കൊണ്ട് തന്നെ ഞാനൊരു മറുപടി പറയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി. മൗലവിനെ കൊണ്ട് തന്നെ മറുപടി ആദ്യം കേൾപ്പിക്കുമോനെ. സിബത്ത് മയിൽ കോലം ബാണ നബി കൂടെ അഴക് അഴകേറും ദീറ്റിന്റെ കോലത്തിൽ നിന്നോവർ. സിദ്ദീഖമാളെ നോക്ക് ഇപ്പൊ കണ്ടോ? ഇതെന്താണ് സംഗതി? അഴകുള്ള, വളരെ അഴകുള്ള ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി ആത്മീയ ലോകത്തും എന്നതിന് ആലങ്കാരിക പ്രയോഗമാണിത്. ഏതുപോലെ ഖുർആനിലുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ റസൂൽ വിളക്കായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ വിളക്കാണ്. അപ്പൊ മൗലവി മുഹമ്മദ് നബി അബ്ദുള്ള ജനിച്ച മനുഷ്യനല്ല, വിളക്കാണ് എന്നാ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അതിനൊരു തിരി കയറ്റലും ഒക്കെ ഉണ്ടാവും. കാരണം വിളക്കാന്നല്ലേ ഖുർആൻ പറഞ്ഞത് എന്നും പറഞ്ഞൂടെ മൗലവി നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം വിളക്കാണെന്നാ? ഇവിടെ ഈ ദീനിന്റെ സത്യത്തിന്റെ വെളിച്ചം കൊടുക്കുന്നല്ലേ. ഇതുപോലെ മയിൽക്കോലം എന്ന് പറഞ്ഞാൽ ഭംഗി, വല്ലാത്ത ഭംഗിയുണ്ടെന്നാണ്. ഇനി അതിന് ഞാൻ വേറൊന്ന് പറയാം. ഞാൻ നിങ്ങളെ പറ്റി അങ്ങോട്ട് അങ്ങനെ പറയാ. നാദാവത്ത് വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞ് പ്രസംഗിച്ച മൗലവിണ്ടല്ലോ, സ്വന്തം ബാപ്പാനെയും പറഞ്ഞിന്, എന്നെ മാത്രമല്ല അയാൾ ബാപ്പാനെയും പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ എന്റെ CD കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഹുസൈൻ സലഫി അയാൾ എന്ത് ചെയ്തു? അയാൾ നബിയെ കുറിച്ച് എന്താ പറഞ്ഞത്? മാണിക്കക്കല്ല് എന്നാ പറഞ്ഞത്. മുത്ത് മാണിക്കക്കല്ല്. ഇപ്പൊ ഞങ്ങൾക്കും പറഞ്ഞൂടെ ഈ മൗലവിമാരി എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബിയെ ജീവനില്ലാത്ത കല്ലാക്കിയ ആളാണ് ഞങ്ങൾക്കും പറഞ്ഞൂടെ? കാരണം മാണിക്കക്കല്ലിന് ജീവനുണ്ടാവും. അപ്പൊ നബിയെ കല്ലാക്കിയത് ഞങ്ങൾ പറഞ്ഞോ? കാരണം അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ആലങ്കാരിക പ്രയോഗമാണ്. വളരെ നമുക്ക് വില പറയാൻ കഴിയാത്ത നിലക്കുള്ള മഹാൻ എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെ നമ്മളെ എതിർത്തിട്ടില്ല. അതൊന്നും നിങ്ങൾ കേട്ടോളി. ഇവർക്ക് മലയാളം മനസ്സിലാവില്ലല്ലോ, അറബി ഓട്ടെ, മലയാളം തീരുന്നില്ലല്ലോ. അതുകൊണ്ട് മൗലവിന്റെ നാവിനെ പറയുന്നു. പക്ഷെ അവിടെ ഒരു രസമുണ്ട്. അതിന്റെ രസം എന്നറിയോ? 48 പ്രാവശ്യം ആ മൗലവി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പ്രസംഗത്തിൽ പറഞ്ഞു. 4 മിനിറ്റ് കൊണ്ട് 48 പ്രാവശ്യം. ഒരൊറ്റ പ്രാവശ്യം സലാത്ത് ചൊല്ലിപ്പോയില്ല കേട്ടോ. റസൂല്, നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ എല്ലാ വാചകവും പറഞ്ഞിട്ടും ഒരു സലാത്ത് മൗലവി ചൊല്ലി 48 പ്രാവശ്യം 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഞാനത് അയാളെ നാട്ടിൽ പോയി പ്രസംഗിക്കുമ്പോൾ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്നെ പറയുന്നത്, നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്, അവൻ തൊലയട്ടെ. അതും ഞാൻ പിന്നെ കേൾപ്പിച്ചു തരാം. ആദ്യം നിങ്ങൾ കേൾക്കുന്നത് 48 പ്രാവശ്യം നബിന്റെ പേര്. അതിന്റെ ഇടക്കാണ് അയാൾ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞത്. മാണിക്കക്കല്ല് കാണിക്കട്ടിട്ട് പോയി കാണിക്കുന്നത്.
മാണിക്കക്കല്ല് എന്ന് നബീനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ചു പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലപ്പം പ്രസംഗിക്കുമ്പോ ഒക്കെ ഇടയ്ക്ക് സ്വലാത്ത് നമ്മളോട് വിട്ടു, ഒന്നും രണ്ടൊക്കെ പ്രാവശ്യം വിട്ടു സാധാരണയാണ്. പക്ഷെ അങ്ങനെ കുറഞ്ഞുകൊണ്ടാ നമ്മൾ അവസാനം 10 സ്വലാത്തും ചൊല്ലി നിർത്തുന്നത്. കാരണം വേണമെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചോട്ടെ വെച്ചിട്ട് ഇവർക്കിട്ടത് പറ്റൂല്ലല്ലോ. അപ്പോ ഓരോ 48 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം അതിന് തർക്കളു ഒരൊറ്റ അച്ഛന് 42 പ്രാവശ്യം ഒന്ന് എണ്ണിക്കോളി. നിങ്ങൾ വേണേ ഒന്ന് എണീറ്റ് നിന്നോളി, എന്നിട്ട് ഒന്ന് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയിട്ടാ പറയുന്നത്. മാണിക്കക്കല്ല് ഇത് മൗലവി പറയുമ്പോ ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ചോദിക്കുന്ന ഈ മൗലവിമാരോട് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞൂടെ നബീനെ മാണിക്കക്കല്ല് എന്ന് കല്ലാക്കി വെക്കുവനെ? ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ലേ റസൂൽ നമ്മളോട് പറഞ്ഞത്? ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനായി തീരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ? ആ റസൂലുള്ളാഹിയുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് മിസാലുൻ ലിൽ ഫദായിലി, എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു, ഉദാഹരണമായിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂലുള്ളാഹിയാകുന്ന സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാളാ എന്ന് റസൂലുള്ളാഹിനെ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? പച്ചക്കള്ളമാ നിങ്ങളാ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാളെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കാണുമ്പോ റസൂലിനെ വരുമ്പോഴൊക്കെ അവര് തക്ബീർ ചൊല്ലിയെന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ള അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂലെന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കക്കല്ല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹ് അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്‌ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് 2 വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീൻ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവിടെ വേഷത്തിൽ ജാടയില്ല, ഇരിപ്പിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ്. മൻമിൻകും മുഹമ്മദ്, മൻമിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാബത്തിരിക്കുന്ന മജ്‌ലിസിൽ നിന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. എത്ര പ്രാവശ്യമായി? 48 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രാവശ്യം സലാത്തിയില്ല. അതിലെടുക്ക് പറഞ്ഞെന്താ? എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കുന്നു. ആ ഹദീസ് ദഈഫ് അല്ലേ മൗലവി? ദഈഫ് അറിയില്ലല്ലോ നിങ്ങൾക്ക്, സഹീഹല്ലേ പറ്റുള്ളൂ.
അത് വൈഫാണെന്ന് ഫതുൽ ബാരിയിലില്ലേ? ഈ വൈഫ് കൊടുത്ത് നടക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചു എന്ന് പേടിച്ചിട്ടേ വൈഫായ ഹദീസ് എടുത്ത് നടക്കാണ്. പിന്നെ കാളാന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ തക്ബീർ ചൊല്ലല് കാളിനെ കാണുമ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലിയിട്ടില്ലേ? അതിന്റെ തെളിവൊക്കെ ഞാൻ നാദാർന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ കാളാന്ന് പറഞ്ഞ ആരെയാണ്? ഇവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കാളനെ കാണുമ്പോലെ പോത്തിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലില്ലേ? അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? 48 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിൽ എന്റെ ചങ്ങാതി പറഞ്ഞോട്ടോ, ഒരിക്കൽ പറഞ്ഞ് സൂര്യൻ, ഒരിക്കൽ പറഞ്ഞ് മുത്ത് മാണിക്കക്കല്ല് 2 പ്രാവശ്യം. നിങ്ങൾ നബീനെ മാണിക്കക്കല്ലാക്കി ഞങ്ങൾക്കും പറഞ്ഞൂടെ? നബിക്കല്ല, ഞങ്ങൾ മയിലാക്കി കൊയ്യാക്കിന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ മാണിക്ക കല്ലാക്കിയില്ലേ? ജീവൻ കൂടില്ലാത്ത കല്ലും അങ്ങനെയുണ്ടോ? അത് ആലങ്കാരികമായി പറയുന്നതല്ലേ? എന്തേ ഇവർക്ക് ഇങ്ങനെ ആയിപ്പോയത്? ഒരു ബുദ്ധി എവിടെയാ പോയത്? എന്നാ സലാത്ത് ചെല്ലാത്ത മൗലവി ഉണ്ടല്ലോ, ആ മൗലവിന്റെ അവസ്ഥ എന്താണെന്ന് അയാൾ എന്നൊന്ന് പറയട്ടെ. ഇതിനെക്കാണ് രസമുള്ള ഇനി വരാൻ പോകും. എന്റെ പേര് മജീസിൽ വെച്ച് പറയുന്നത് കേട്ടിട്ട് എന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവൻ ബഖീൽ തന്നെ, ബഖീൽ തന്നെ. റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്നർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ. അപ്പോ ഈ മൗലവിമാർ കബളിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ഇസ്മായിൽ ഉസ്താദിന്റെ തെറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന ആര്? അറബിയിൽ എഴുതാൻ അറിയാത്ത മൗലവിയെ. ഏത്? കേരളത്തിൽ ഇത്രയും അധികം കിതാബ് എഴുതിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. തൗഹീദ് ഒരു സമഗ്ര പഠനം. ഈ പുസ്തകത്തിൽ ഉസ്താദ് തിരിമറി നടത്തിയപ്പോൾ, ഹദീസ് അട്ടിമറി നടത്തിയപ്പോൾ, അത് മൗലവി എന്നൊന്ന് പറയട്ടെ ആദ്യം, എന്നിട്ട് ഞാൻ മറുപടി പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം ആശ്ലേഷിക്കുന്ന സംഭവം, ആ സംഭവം റിയാദ് സ്വാലിഹീൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കിതാബുൽ ലിബാസ് എന്ന അധ്യായത്തില് 976 ഹദീസ് നമ്പറാണെന്ന് എനിക്ക് ഓർമ്മ തെറ്റ് വന്നെങ്കിൽ നിങ്ങൾ തിരുത്തുക. കിതാബുൽ ലിബാസിലാണ് ഹദീസുള്ളത്. എന്താണ് ഹദീസ്? ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോൾ സ്വഹാബത്തുൽ കിറാം റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്ന, ആദരവ് കാണിക്കുന്ന വ്യക്തിയായി കാണുന്നു. അദ്ദേഹം ചോദിക്കുന്നു ഇതാരാണെന്ന്. അത് റസൂലുള്ളാഹിയാണെന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ പോയിക്കൊണ്ട് അന്ത റസൂലുള്ളാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? അതെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹദീസിന്റെ ഭാഗം അദ്ദേഹം അഥവാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിന്റെ 356 പേജിൽ വിവരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ? കളവായ രൂപത്തിലാണ്. റിയാദ് സ്വാലിഹീൻ പഠിക്കുന്ന, വായിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പോകുക, കിതാബുൽ ലിബാസ് നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞ ഹദീസ് നിങ്ങൾ വായിക്കുക. ഹദീസിലുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എങ്ങനെയുള്ള അല്ലാഹു നിനക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചാൽ, ഇദാ അസാബക ദുർറുൻ, നിനക്ക് വല്ല വിഷമങ്ങളും ബാധിച്ചാൽ ആ വിഷമത്തെ ദൂരീകരിക്കാൻ വേണ്ടി ഫദഅഉതഹു, അല്ലാഹുവോട് നീ ദുആ വെക്കുകയും ചെയ്താൽ അല്ലാഹു ആ ദുരിതം നിനക്കില്ലാതാക്കും. അതുപോലെ തന്നെ നിനക്ക് വല്ല ക്ഷാമവും ബാധിച്ചാൽ, മഴ വരാതെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഫദഅഉതഹു, അല്ലാഹുവോട് നീ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അംബതഹാലക്കും ലക, നിനക്ക് അല്ലാഹു ഉൽപ്പാദിപ്പിച്ചു തരും. വഇദാ കുന്ത ബിഅർളി കഫറിൻ, വല്ല മരുഭൂമിയിൽ നീ ആകുകയും നിന്റെ വാഹനം നഷ്ടപ്പെടുകയും ചെയ്തു, ഫദഅഉതഹു, അല്ലാഹുവോട് നീ ദുആയിരുന്നാൽ നിനക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന ഹദീസിലെ ദഅഉതഹു 3 തവണ. അതിന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ദഅഉതുഹു എന്നാക്കിക്കൊണ്ട് ഞാൻ എന്നർത്ഥം വെച്ചു. അത് തെറ്റാണ്. റിയാദ് സ്വാലിഹീൻ നോക്കുക.
റിയാദ് സ്വാലിഹിൽ ഉദ്ധരിച്ച ഹദീസ് എവിടെയുണ്ടെന്ന് ഹദീസിന്റെ കിതാബുകൾ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസയുടെ പുസ്തകം നിങ്ങൾ എടുക്കുക, നിങ്ങൾ പഠിക്കുവീൻ. നിങ്ങൾ മുജാഹിദാകണമെന്ന് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല, പറയുന്നില്ല. നിങ്ങൾ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ഈ പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, പരിശോധിക്കുക. ഇത് കേട്ടാൽ ആരാ പെട്ടുപോകാത്തത്? കാരണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുവീൻ, നിങ്ങൾ പഠിക്കുവീൻ. എന്നെ ദൗത്ത എന്ന സ്ഥലത്ത് ദൗത്തു എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മാറ്റിമറിച്ചു. കേൾക്കുന്ന സാധാരണക്കാരെ ഇല്ലാണ്ട് പറയോ? നിങ്ങൾ റിയാദ് സാലിഹിൻ എടുത്തു നോക്കും. റിയാദ് സാലിഹിന്റെ ഹർക്കത്തിട്ട് നോക്കിയിട്ട് ആ മൂപ്പര് മനസ്സിലാക്കുന്നത്, ഓ മൗലവി ആ ഹദീസ് എടുക്കൂ, മിസ്കാത്തിന്റെ സർവേ മിർക്കാത്തെടുക്കൂ, അബൂദാവൂദ് എടുക്കൂ, അതിന്റെ സർഹ് ബദുൽ മജ്ഹൂദ് എടുക്കൂ. എങ്ങനെ വായിക്കാനായി ഇമാമിങ്ങൾ പറഞ്ഞത്? അവിടെ രണ്ട് നുസ്ഖയാണ്. അവിടെ ദൗതു എന്നും വായിക്കാം, ദൗത എന്നും വായിക്കാം. കേട്ടോ മിർക്കാത്തിന്റെ ഇബാറത്ത് അതാ, നോക്കിക്കോ, ഞാൻ വായിക്കുന്നു. വിവരം വേണ്ട ഈ മൗലവിക്ക്, കേട്ടോളി. അന റസൂലുള്ളാഹില്ലദീ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലദീ, എങ്ങനത്തെ റസൂലാണ്? ഖബറു മുബ്തദഇൻ മുഖദ്ദറിൻ വഹുവ യഹ്തമിലു ഇഹ്തിമാലൈനിൽ ആതിയൈനി ഔ സിഫത്തുൻ ലില്ലാഹി ഔ ലിറസൂലില്ലാഹി അലാ നുസ്ഖത്തിൽ ളമ്മി ബിനാഅൻ അലാ സീഗത്തിൽ മുതകല്ലിമി. സീഗത്തുൽ മുതകല്ലിം മീസാൻ പഠിക്കണം മൗലവി. ദഅവതു എന്ന് പറഞ്ഞാൽ സീഗത്തുൽ മുതകല്ലിമി, വഹദാ മുതകല്ലിമിന്റെ താ എന്നതിന് പറയാ. ആ വഹദാ മുതകല്ലിമിന്റെ താ ആണിത്. അലാ സീഗത്തിൽ മുതകല്ലിമി, സംസാരിക്കുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഞാൻ എന്ന അർത്ഥത്തിൽ ഒരു നുസ്ഖ. മറ്റൊന്നോ അതാ മിർക്കാത്തിൽ തന്നെ പറയുന്നു, ഫീ ദഅവതുഹു എന്ന സ്ഥലത്ത് ഫിൽ മവാദി സലാസത്തിൽ ആതിയതി, വരുന്ന 3 സ്ഥലത്തും ദഅവതുഹു എന്ന് ഞാൻ ദുആ ചെയ്താൽ, ഞാൻ എങ്ങനത്തെ റസൂലാണ്? നിനക്ക് പറഞ്ഞ പ്രശ്നമുണ്ടായിട്ട് ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും കേട്ടോ. അങ്ങനത്തെ റസൂലാണ് ഞാൻ എന്ന് ദഅവതു എന്ന് തന്നെ അവിടെ ഹദീസിൽ വാചകം ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് പിന്നെയും മിർക്കാത്ത് നോക്കൂ, ഫദഅവതുഹു, അതിന് 2 നിലക്കും പറയുന്നു. ഐ അൻത ബി വസീലതി ഔ അനാ, എന്നെ അടയാളനാക്കി നീ ദുആ ചെയ്താൽ അങ്ങനെയും അവിടെ വായിക്കുകയും അർത്ഥം പറയുകയും ചെയ്യാം. ഔ അനാ, അല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്താൽ എന്ന നിലക്ക് ദഅവതുഹു എന്നും വായിച്ചർത്ഥം പറയാം. 2 നിലക്കും ഉണ്ടെന്ന് മിർക്കാത്തിൽ പറയുന്നു. അത് തന്നെ ബദുൽ മജ്ഹൂദിൽ പറയുന്നു. കിതാബിന്റെ ചട്ട പോലും കാണാത്ത മൗലവി ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ, തെറ്റ് കണ്ടുപിടിക്കാൻ നടന്നിട്ട് അത് തെറ്റാണ് എന്ന് ഫത്വ കൊടുക്കുകയാണ്. ഓ മൗലവിമാരെ, നിങ്ങളെ വിവരക്കേട് നിർത്തൂ. വിവരമുള്ളവരുടെ സ്ഥാനം അംഗീകരിച്ച് ആഖിറം രക്ഷപ്പെടുത്തൂ. സഹോദരന്മാരെ, വിവരക്കേട് വിളമ്പന്നെ. ഇനി രണ്ടാമത്തത്, ഇനി എന്താ പോകുന്നത്? മാളിയക്കൽ സഖാഫി എന്ത് ചെയ്തു? അത് മൗലവി എന്ന് പറയട്ടെ. മൗലവി പറയുന്നത് മാളിയക്കൽ സഖാഫി വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന സ്ഥലത്ത് ഖുർആൻ തന്നെ അങ്ങോട്ട് മാറ്റി മറിച്ച് റസൂല എന്നാക്കിയതാ. എന്തിന്? റസൂലിനോട് പൊറുക്കലിനെ ചോദിക്കാൻ അർത്ഥം കിട്ടാൻ. അല്ല മൗലവി വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്ന് പറഞ്ഞാൽ റസൂലിനോട് പൊറുക്കലിനെ ചോദിക്കാൻ അർത്ഥം കിട്ടുമോ? അങ്ങനെ അർത്ഥം കിട്ടുമോ? അതിന് അറബി അറിയണ്ടേ, മലയാളം അറിയണ്ടേ? വേറൊരു മൗലവി എഴുതി കൊടുക്കുന്നത് നോക്കി ഇങ്ങനെ വായിക്കേണ്ടത് തലേക്കെട്ടും കെട്ടിയിട്ട്. ഇരിക്കട്ടെ, ഏതായാലും മൗലവി എന്ന് പറയട്ടെ. എന്ത് പറയാ ഞാൻ? മൗലവി എന്ന് വരട്ടെ, എന്ത് പിടികൂടാ? പറ മൗലവി, പറ. അങ്ങനെ കൃത്രിമം വരുത്തി ഹദീസിൽ. എന്നാൽ ഒരു പടി മുന്നോട്ട് ആര്? മാളിയക്കൽ സഖാഫി. അദ്ദേഹം എന്താ ചെയ്യുന്നത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, ആ ഫായിലിനെ മൻസൂബാക്കിക്കൊണ്ട് റസൂല എന്നാക്കിക്കൊണ്ട് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാളെന്ന് മലയാളത്തിൽ അർത്ഥമെഴുതിയില്ലേ? യുഹദ്ദിഫൂനൽ കലിമ അൻ മവാദിഇഹി,
അള്ളാഹുവിന്റെ വചനങ്ങളെ അവർ മാറ്റിമറിക്കുന്നവരാണെന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ അള്ളാഹു തആല? ഉസ്താദ് ഹദീസ് മാറ്റിമറിച്ചു, ശിഷ്യൻ ആയത്ത് മാറ്റിമറിച്ചു. ഉസ്താദ് ഹദീസ് മാറ്റിമറിച്ചു, കാരണം മൂപ്പര് ജാഹിലായതുകൊണ്ട്. പിന്നെ ശിഷ്യൻ ആയത്ത് മാറ്റിമറിച്ചുകൂടാ. എന്നാ മൗലവി തയ്യാറുണ്ടോ? മാലിക് സഖാഫിയുടെ പുസ്തകമാണ് എന്റെ കയ്യിൽ, പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമുള്ള മൗലവിമാർ പറ്റേ. നിങ്ങൾ കുറച്ച് മാസിക ഇറക്കിയിട്ട് തോന്നിവാസം പറഞ്ഞാൽ മതിയോ? എന്നിട്ട് അത് കേട്ട് പഠിക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് ആൾക്കാരും ഞാൻ വായിക്കാം. എന്താണ് ആ പറഞ്ഞ വിഷയം നോക്കിക്കൊള്ളി. ആദ്യം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ. അയാൾ പറഞ്ഞ പുസ്തകം, ആ പുസ്തകത്തിന്റെ 151 പേജ് എടുക്കൂ. അതിലതാ ശരിയായതൽക്ക് റസൂലൂന്ന് തന്നെ. മറ്റൊരു സ്ഥലത്ത് അച്ചടി പെശക് വന്നതാണ്, നോക്കിക്കോളൂ. വലൗ അന്നഹും വന്നോ 151. വലൗ അന്നഹും ഇളലബൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അതിന്റെ 151 പേജിൽ ശരിയായ അർത്ഥവും ശരിയായ വാചകവും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സ്ഥലത്ത് അച്ചടിക്ക് പെശക് സംഭവിച്ചതാണ്. വസ്തഗ്ഫിറാന്ന് വിട്ടുപോയി, അല്ല റസൂലാന്നായതല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. 35 രണ്ട് സ്ഥലത്തും വെച്ച അർത്ഥം വളരെ ക്ലിയറാണ്. എന്താണ് അർത്ഥം കേട്ടോളൂ. 35 പേജിൽ അതാ അടയാളം വെച്ചിരിക്കുന്നത്. അവർ ശരീരങ്ങളെ ആക്രമിച്ച് അങ്ങയെ സമീപിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പൊറുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനായും അനുഗ്രഹം ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ എവിടെയാ തെറ്റ്? വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന സ്ഥലത്ത് വസ്തഗ്ഫറ എന്ന വാചകം കൊടുത്ത സ്ഥലത്ത് ഫസ്തഗ്ഫറുല്ലാഹ ലഹുമുർ റസൂലു നൈപി ഇസ്തഗ്ഫറ എന്നുള്ള വാചകം അച്ചടിയിൽ വിട്ടുപോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നു. അപ്പോ 151, 150 അർത്ഥവും വാചകവും ശരി, 35 അർത്ഥം ശരി, വാചകത്തിൽ ഒരു വാചകം അച്ചടിയിൽ വിട്ടുപോയി. അച്ചടി സ്വാഭാവികമാണ്. എന്നാൽ അതിന് ഇപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അച്ചടിയിൽ തെറ്റ് വന്നത് എന്താണ്? റസൂലു എന്ന സ്ഥലത്ത് റസൂലാന്നായിപ്പോയി. അതേ ബുക്ക് തന്നെ അച്ചടി പെശകാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂലാന്നായിപ്പോയി. അവിടെ അർത്ഥത്തിലും അച്ചടി പെശക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു തട്ടിപ്പിന് വേണ്ടിയും അട്ടിമറിക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്തതാണെങ്കിൽ 3 സ്ഥലത്തും ചെയ്യൂലേ? അത് അച്ചടി പെശക് ഏത് പുസ്തകത്തിനും ആർക്കും സംഭവിക്കൂലേ? അപ്പൊ ഈ ഒരു അച്ചടി പെശകാണ്. അത് നിങ്ങൾക്ക് കാണാം. വസ്തഗ്ഫറ ലഹുമുർ റസൂലാന്ന് മൗലവി വായിച്ചത് അച്ചടി പെശക്. അതിവിടെ പേജ് 40. അവിടെ അർത്ഥത്തിലും അച്ചടി പെശകുണ്ട്, അതുപോലെ ആയത്തിലും അച്ചടി പെശക്. റസൂലു എന്നുള്ള റസൂലാന്നായി പോയിട്ടുണ്ട്. പക്ഷേ റസൂലാന്നായതുകൊണ്ട് അർത്ഥം മാറുമോ? മൻസൂബായി വായിച്ചതുകൊണ്ട് റസൂലിനോട് പൊറുക്കലിനെ ചോദിക്കാൻ അർത്ഥം കിട്ടുമോ? വസ്തഗ്ഫറ ലഹും എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെയാ അതിനോട് യോജിക്കുക? അപ്പൊ അത് അർത്ഥം മാറ്റിയതല്ല, ആശയം മാറ്റിയതല്ല, അച്ചടി പെശകാണ്. ഈ അച്ചടി പെശക് എന്നാ മൗലവിക്ക് ഈ പുസ്തകത്തിന്റെ 150, 151 പേജിലും 35 പേജിലും അപ്പുറം ഇപ്പുറമുള്ളൂ എന്ന് നോക്കിക്കൂടായോ? അവിടെ ശരിക്കുന്നില്ലേ? പക്ഷേ റസാനത്ത് പറഞ്ഞതുപോലെ ഈച്ചയുടെ സ്വഭാവം. ഈച്ചന്റെ സ്വഭാവം എന്താ? ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു സ്ഥലത്തും ഈച്ച പോയി പോകൂല. ഈച്ച എവിടെയാ പോയി പോവുക? ഒലിക്കുന്നത് എവിടെ? ചലമൊലിക്കുന്നത് എവിടെ? പൊട്ടുള്ളത് എവിടെ? അവിടെ ഈച്ച പോയി പോവുക. ഈ ഈച്ചയുടെ സ്വഭാവമല്ലേ മൗലവി എടുത്തത്? ഈ പുസ്തകത്തിൽ അച്ചടി പെശക് ഇല്ലാതെ 2 സ്ഥലത്ത് അർത്ഥം പറഞ്ഞതും ശരി, അതുപോലെ തന്നെ ആയത്ത് കൊടുത്തത് ശരി. അവിടെ ഒന്നും മൂപ്പരെ കണ്ടുപോയില്ല. ഒരച്ചടി പെശക് വന്ന സ്ഥലത്തേക്ക് മൂപ്പരെ കണ്ടുപോയി. നേരത്തെ നമ്മൾ ജിന്ന് സഹായിക്കും തന്നെ മൗലവി. അങ്ങനത്തെ കുറെ മൗലവിമാരുണ്ട്. തോറ്റപ്പം തലേ കെട്ടിയൊരു മൗലവുണ്ട്, ജബ്ബാർ ബാക്കവീന്നുണ്ട്. തോക്കോളം മൂപ്പര് തലേ കെട്ടില്ല, തോറ്റപ്പം തലേ കെട്ടി. അങ്ങനത്തെ എല്ലാ മൗലവിമാരും ഇല്ലായിനോ എവിടെ? നിങ്ങളെ മഞ്ചേശ്വര സ്റ്റേജിൽ. അവിടുന്ന് ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് കൊച്ചിയപ്പോ, കാല് തെരുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച ആ ഹദീസ്, ആ ഇസ്തിഗാസ, അതിനെ ഞാൻ എടുത്തുദ്ധരിച്ചു. അത് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അദബുൽ മുഫ്റദ് എന്ന ഈ കിതാബിൽ നിന്നാണ് ഉദ്ധരിച്ചത്.
ആ ഉദ്ധരിച്ച ഹദീസിൽ മൗലവി പറയുന്നു, പേരോട് അവിടെ വെച്ച് വലിയ ശബ്ദമിട്ടിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കി. സക്കരിയ സലായിന്റെ മുമ്പിൽ യാ മുഹമ്മദ് എന്ന് ഓതി. യാ മുഹമ്മദ് യാ ബുഖാരിയുടെ റിപ്പോർട്ടിൽ അദബുൽ മുഫ്രദിൽ ഇല്ല. മൗലവി പറയാൻ ഇവിടുന്ന് അദബുൽ മുഫ്രദിൽ യാ ഇല്ല, അത് പേരോട് കൂട്ടിച്ചേർത്തതാണ്. എന്റെ സക്കരിയ സലായി പറഞ്ഞിട്ടൊന്നും പേരോട് മാറുന്നില്ല, അയാൾ പിന്നെയും കൂട്ടെടുക്കാണ്. അതാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ മൗലവിന്റെ വാക്ക് കൽപ്പിക്കുന്നു. അൽ അദബുൽ മുഫ്രദ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളുള്ള കുണ്ടോട്ടിയിലെ ഈ സദസ്സിൽ അൽ അദബുൽ മുഫ്രദ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കുന്നു. സംശയമുള്ള മുജാഹിദേ വന്നോ, പരിശോധിച്ചോ. പേരോട് ആ കൂട്ടിച്ചേർക്കാൻ പേരോട് മുജാഹിദല്ല കേട്ടോ, പേരോട് തറവാടിത്തമുള്ള സുന്നിയാണ്. കൂട്ടിച്ചേർക്കലും വെട്ടിനുറുക്കലും നിങ്ങളെ മൗലവിമാരെ ഏർപ്പാടാണ് കേട്ടോ. ഒന്ന് കേൾപ്പിക്കുമോനെ എന്നെ പറ്റി പറഞ്ഞ ആരോപണം. കുട്ടൻസ് മൂപ്പര് പറയാ, മുത്തലിമിയൊക്കെ കുട്ടൻസ് മനസ്സിലാവുന്നതാണ്. ഈ കുട്ടൻ എന്താ മനസ്സിലാകുക? ഒന്ന് പറഞ്ഞ. പേരോട് സക്കാഫി എന്റെ നാടായ വസങ്കടി വാദപ്രതിവാദം നിങ്ങൾ കേട്ടില്ലേ? പേരോട് ആ വാദപ്രതിവാദത്തിൽ വെച്ച് വളരെ ഗൗരവരൂപത്തിലുള്ള പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ശബ്ദങ്ങൾ ഇട്ടുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഇന്നും കേൾക്കുന്ന രൂപത്തിലുണ്ടാകും. നിങ്ങൾ ഇമാം ബുഖാരിയെ മുശ്രിക്കാക്കിയവരാണ്, നിങ്ങൾ ഇബ്നു ഉമറിനെ മുശ്രിക്കാക്കിയവരാണ്, നിങ്ങൾ സ്വഹാബത്തിനെയും ലോക മുസ്ലിം പണ്ഡിതന്മാരെയും ലോക മുസ്ലിങ്ങളെയും മുശ്രിക്കാക്കുന്ന സ്വഭാവം നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ? അൽ അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ്, അൽ അദബുൽ മുഫ്രദ് ഇമാം ബുഖാരിയുടെ കിതാബാണ്. അതിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇല്ലാത്തൊരു അക്ഷരം ചേർത്തുകൊണ്ടാണ് പേരോട് വായിക്കുന്നത്. പക്ഷേ ആ കിതാബ് നോക്കാത്ത മുതഅല്ലിമീങ്ങൾക്ക് അറിയോ ഗുട്ടൻസ്? ആ കിതാബ് നോക്കാത്ത മുസ്ലിയാക്കൾക്കുണ്ടോ പേരോട് തട്ടിപ്പടുത്ത് അറിയുന്നത്? ആ അൽ അദബുൽ മുഫ്രദ് നോക്കിയവനാണ് ഞാൻ. സുന്നി പബ്ലിക്കേഷൻ സെന്റർ അച്ചടിച്ചു വിട്ട പരിഭാഷ എന്റെ അടുത്തുണ്ട്. ആ അൽ അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ആ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ധരിച്ചു പോയി. ആ ധരിച്ചു പോയപ്പോൾ അടുത്തുള്ള ഒരാൾ പറയുന്നു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക, നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയെ നിങ്ങൾ അനുസ്മരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ്. ഫഖാല ഇബ്നു ഉമർ പറഞ്ഞു മുഹമ്മദ്, മുഹമ്മദ് എന്ന് പറഞ്ഞു. പേരോട് പറഞ്ഞതോ യാ മുഹമ്മദ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ, ഇസ്തിഗാസ നടത്തിയില്ലേ? അത് ഉദ്ധരിച്ച ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി മുശ്രിക്കാക്കിയോ? മുശ്രിക്കാണോ? അത് പറഞ്ഞ ഇബ്നു ഉമർ മുശ്രിക്കാണോ? നിങ്ങൾ ലോക പണ്ഡിതന്മാരെയും സ്വഹാബത്തിനെയും മുശ്രിക്കാക്കുന്നവരല്ലേ? യാ എന്തിനാണ് പേരോട് ചേർത്തത്? ഇമാം ബുഖാരി അൽ അദബുൽ മുഫ്രദ്, അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ യാ മുഹമ്മദ് എന്ന് ഉദ്ധരിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് വേറെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത് ദഈഫാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സക്കരിയ സ്വലായി ആവർത്തിച്ച് പറഞ്ഞിട്ടും പേരോട് സക്കാഫിയെ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കാൻ വേണ്ടി യാ മുഹമ്മദ് എന്ന് ഇബ്നു ഉമർ പറഞ്ഞു. അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചു. അവർ മുശ്രിക്കാണോ, ശിർക്കിനെ പ്രചരിപ്പിക്കുന്നവരാണോ? പറയണം എന്ന് പറഞ്ഞത് എന്തിനാണ് സുഹൃത്ത്? ഇങ്ങനെ ഞാൻ പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇതാ കിതാബ് ഞാൻ കൊണ്ടുവന്ന് സ്ക്രീനിൽ വെച്ച് കൊടുക്കുമോനെ. യാ മുഹമ്മദ് യാ ഉണ്ടോ നോക്ക്. ഇയാൾ ഏതോ പരിഭാഷ വായിച്ചല്ലോ, അറബി അറിഞ്ഞൂടാ, പിന്നെ പരിഭാഷ വായിക്കല്ലാന്ന് നിവൃത്തിയില്ലല്ലോ. എന്നിട്ട് അപ്പരിഭാഷയിൽ ആരോ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടായി, ഞങ്ങൾ ഉത്തരവാദി. അൽ അദബുൽ മുഫ്രദ് ഇങ്ങനെ വായിക്കി. ഇങ്ങനെയുള്ളത് എന്റെ കയ്യിലുണ്ട്, ആർക്ക് വേണമെങ്കിൽ നോക്കാം. എന്താ ഉള്ളത്? ഹദ്റത്ത് رجل بن عمر فقال له رجل اذكر أحب الناس إليك فقال يا محمد يا محمد എന്നല്ലേ اللهم صل وسلم عليه. എന്നിട്ട് ഞാൻ യാ കൂട്ടിച്ചേർത്ത് വഞ്ചിച്ചു എന്നല്ലേ ഈ മൗലവി ഈ കുണ്ടോട്ടിയിൽ വന്നിട്ട് പ്രസംഗിച്ചത്? എന്തേ ഈ മൗലവിമാർക്ക് അപ്പം നാവില്ലായിരുന്നോ? അവർ എന്നോട് പറഞ്ഞത് കാണിക്കോ മുസ്ലിയാർ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ കിതാബ് എടുത്തിട്ടല്ലായിരുന്നോ വന്നത്? എന്നിട്ടിപ്പോ കുണ്ടോട്ടിയിൽ വന്നിട്ട് പണ്ടൊരാൾ പറഞ്ഞിരുന്നു ഖബർസ്ഥാനിലെ വെല്ലുവിളി. അങ്ങാടിയിൽ നിന്ന് അടിയുണ്ടാക്കി തോറ്റിട്ടേ ഒരു ചങ്ങാതി എന്ത് ചെയ്തു, ഖബർസ്ഥാനിൽ വന്ന് ധൈര്യം എണീറ്റ് വരീനടാ, എന്നെ തല്ലിയോന്റെ വാപ്പാറിലൂടെ അല്ലേ ഉള്ളത്. ആ മാതിരി കൊണ്ടോട്ടി വന്നിട്ട് ആ മൗലവി പറയുന്നത് അന്നെന്നെ ചോദിച്ചുകൂടായിരുന്നോ? എന്നോട് കിതാബ് കാണിക്കൂന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്റെ കയ്യിൽ കിതാബില്ലായിരുന്നോ? ഞാൻ നിങ്ങളോട് പരിശോധിക്കാൻ പറഞ്ഞ വല്ലതും നിങ്ങൾ മൗലവി പരിശോധിച്ചോ? നിങ്ങൾ അവിടുന്ന് ആ വാദപ്രയോഗത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു നീ അർത്ഥം പറഞ്ഞു.
ഉടനെ മൗലവി അതെന്താ ഒരു ഇയാൾക്ക് മാത്രമൊന്നും വേറെ മൗലവും ഇയാൾക്ക് തന്നെയെന്നും പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ KNM പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ അമാനി മൗലവി അങ്ങനെയാ അർത്ഥം പറഞ്ഞത്. മൗലവിമാരുടെ വായിച്ചു നോക്കല്, ഞാനിതെല്ലാം വായിച്ചല്ലേ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ മധ്യസ്ഥന്റെ കൊടുക്കാൻ പരിശോധിച്ചോ. അപ്പൊ പിന്നെ മൗലവി കാമാന്ന് മിണ്ടിയില്ലല്ലോ. കാരണം നോക്കുമ്പോ അങ്ങനെയുള്ളത് ഞാൻ പറഞ്ഞ പോലെയുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ അത് നിങ്ങളെ മൗലവിമാരുടെ ഏർപ്പാടാണ്, അത് മുസ്ലിമീങ്ങളായ ഞങ്ങളെ ഏർപ്പാടല്ല കേട്ടോ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അല്ല ഞങ്ങൾക്ക് തന്ന അറിവ് അത് ഞങ്ങളെ വിശ്വസിച്ചല്ല തന്നതാണ് എന്ന് പറഞ്ഞാൽ ആ അമാനത്ത് വീട്ടൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആരോഗ്യം വകവെക്കാതെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കള്ളം മൗലവി എന്റെ പേരിൽ പറഞ്ഞത്, മൗലവി രക്ഷപ്പെടണോ, സുന്നത്ത് ജമാഅത്തേക്ക് മടങ്ങൂ. ഇനി മൂപ്പര് പറയുന്നത് ഇവരെന്തിനാ തത്വശാസ്ത്രം തെളിവാക്കുന്നത്? 2-3 കാര്യങ്ങൾ കൂടി 2-3 ക്ലിപ്പ് കൂടി കേൾപ്പിച്ചിട്ട് നല്ലൊരു രസം കേൾപ്പിച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് നല്ല രസമുള്ള ഒരു പരിപാടി ലാസ്റ്റ്. എന്താണ് തത്വശാസ്ത്രം എന്തിനാ തെളിവാക്കുന്നത്? റാസി ഇമാമിന്റെ തഫ്സീറില് തത്വശാസ്ത്രം പറഞ്ഞ് അതെന്തിനാ ഇവര് തെളിവാക്കുന്നത് എന്നാ മൂപ്പര് ചോദ്യം. ഓ, റാസി ഇമാമ് ഖുർആന്റെ ആയത്തിന്റെ അടുക്ക് തത്വശാസ്ത്രം പറയല് മൂപ്പര്. എടോ, തത്വശാസ്ത്രം ഖുർആനോട് യോജിച്ചാലും സ്വീകരിച്ചുകൂടാനാ? നിങ്ങൾ എവിടുന്ന് ഇത് പഠിച്ചത്? എന്ത് പഠിച്ച ആരോടായിട്ട് പറയും? എന്തുകൊണ്ട് അറിയുന്നവരോട് പറയണ്ടേ? ഞാൻ ഒന്ന് വെച്ചാട്ടെ മോനെ, തത്വശാസ്ത്രം ഒന്ന് വെച്ചാട്ടെ. മൗലവിന്റെ തത്വ ഫൽസഫി ഉദ്ധരണികൾ ഉദ്ധരിക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെയാണത്? തഫ്സീറുർ റാസിയിൽ മഹാനായ ഇമാം ബുഖാരി കിതാബ് അഹാദീസുൽ അംബിയാ എന്ന ആ തലക്കെട്ടിലുള്ള അധ്യായം, അതിലെ ബാബ് ഹദീസ് നമ്പർ 3000 ചില്ലനമാണ്. എനിക്ക് ഓർമ്മയില്ല ഹദീസ് നമ്പർ കൃത്യമായിട്ട്. 3000 പരം നമ്പർ ഹദീസാണ്. ആ ഹദീസ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ 3000 പരം നമ്പർ ഹദീസ്. ആ ഹദീസ് ഇത് സ്വഹീഹ് മുസ്ലിമിലും കാണാം. എല്ലാ മുസ്ലിമീങ്ങളും ഓർത്തിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട സുന്നത്തായ ഒരു ദിക്റാണത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് നാം ദുആ ചെയ്യണം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ അവിടെ പറയുന്നത്, സറഹ് മുസ്ലിമിൽ പറയുന്നത്, അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരീഫാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്, അള്ളാഹുവിന്റെ കലാമാണ് എന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഷാഫി പണ്ഡിതനാണ്. അദ്ദേഹവും പറയുന്നത് ഇതേ തീരുമാനങ്ങളും തഫ്സീറുകളുമാണ്. ഇമാം റാസി 71-ാമത്തെ പേജ് 1-ാം വാള്യം തഫ്സീർ റാസിയുടെ 1-ാമത്തെ വാള്യം 71-ാമത്തെ പേജിലും പറയുന്നത് കുൻ ഫയക്കൂൻ എന്നുള്ള വചനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന തഫ്സീറുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് മാലിയേക്കൽ സഖാഫി വഅയ്ലൻ തബത ഫീ ഇൽമിൽ മാഖൂലാത്തി തത്വശാസ്ത്രത്തിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന ഉദ്ധരണെടുത്തുകൊണ്ട് തത്വശാസ്ത്രം ദീനിൽ തെളിവാക്കി കൊണ്ടുവരേണ്ട ഗതികേട് മാലിയേക്കൽ സഖാഫിക്ക് എന്തുകൊണ്ടുണ്ടായി? ശിർക്കിനെ തൗഹീദാക്കാൻ തെളിവില്ലാത്തത് കൊണ്ടുണ്ടായി. ശിർക്കിനെ തൗഹീദാക്കാൻ കേട്ടോ, തത്വശാസ്ത്രം തെളിവാക്കാൻ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ്. ആ പറഞ്ഞത് മുഴുവനും തെറ്റാണ്. അതിൽ ഫത്ഹുൽ ബാരിയിൽ കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശറഹ് മുസ്ലിമിൽ കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഖീല 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 എന്ന് പറഞ്ഞതല്ലാതെ അത് മാത്രമാണെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം റാസി എന്താ ചെയ്തത്? റാസി മഅഖൂലാത്ത് പറഞ്ഞതാ. ഞാൻ വായിക്കാം, കേട്ടോളി. എന്താ മഹാനവറുകൾ പറഞ്ഞത്? വഅയ്ളൻ കുൻ ഫയകുൻ, ഞാൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിനെ സംബന്ധിച്ച് നാദാവൃത്തി പ്രസംഗിക്കുമ്പോൾ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചുരുക്കി പറയും. ഈ കലിമാത്തുല്ലാഹി കൊണ്ടുള്ള ഉദ്ദേശം കുൻ എന്ന അള്ളാഹുവിന്റെ വചനം, ഉണ്ടാവുക എന്ന് പറയുന്ന വചനം, ആ വചനത്തിന്റെ നുഫൂദ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അതൊരു തഫ്സീറാണ്. അത് പറഞ്ഞിട്ട് ഇമാം റാസി മറ്റൊരു തഫ്സീറും കൂടി പറയാൻ, വഅയ്ളൻ, അത് കൂടാതെ സബത ഫീ ഇൽമിൽ മാഖൂലാത്തി, ഇൽമുൽ മാഖൂലാത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആത്മീയ തത്വശാസ്ത്രം, അന്ന ആലമൽ അർവാഹി മുസ്തൗലിൻ അലാ ആലമിൽ അജ്സാം, ഉന്നതമായ
ഉപരിമണ്ഡലത്തിലുള്ള മഹാത്മാക്കൾ അവർ ഈ ശാരീരിക ലോകത്തിന്റെ മേൽ പല അധികാരങ്ങളും അല്ലാഹു കൊടുത്ത് ഉപയോഗിക്കുന്നവരാണ്. വഇന്നമാ ഹിയൽ മുദബ്ബിറാത്തു ലിഉമൂരി ഹാദൽ ആലം, ഈ ആലമിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണവർ. അതിനെന്താ തെളിവ് ഇമാം റാസി പറയുന്നത്? തത്വശാസ്ത്ര അല്ല, കമാ ഖാല തആല, അല്ലാഹ് പറഞ്ഞതാണ് അതിന് തെളിവ്. ഈ തത്വശാസ്ത്രത്തിൽ പറഞ്ഞതിന് തെളിവ് വെറും തത്വശാസ്ത്രമല്ല, കമാ ഖാല തആല, അല്ലാഹ് പറഞ്ഞതിന് വേണ്ടി ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതിന് വേണ്ടി ഫഖൗലുഹു, അപ്പോൾ ഈ ആയത്ത് മുഖേനയും തത്വശാസ്ത്രം മുഖേനയും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതേ ഉപരിമണ്ഡലത്തിലുള്ള മലക്കുകൾ അതുപോലെ മഹാത്മാക്കൾ അവർക്കിവിടെ പല സംഗതികളും ചെയ്യാൻ അല്ലാഹു തആല കഴിവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫഖൗലുഹു അഊദു ബികലിമാതില്ലാഹി തആമ്മാതി, അഊദു ബികലിമാതില്ലാഹി തആമ്മാതി എന്ന വാചകം ഇസ്തിആദത്തും മിനൽ അർവാഹിൽ ബശരിയ്യതി ബിൽ അർവാഹിൽ ആലിയ്യത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബത്തി ഫീ ദഫ്ഇ ശുറൂറിൽ അർവാഹിൽ ഖബീസത്തിൽ ളുൽമാനിയ്യത്തിൽ കദിറാ. അത് മഹാത്മാക്കളായ മലക്കുകൾ മുഖേന മലക്കുകളോട് കാവൽ ചോദിക്കുന്ന ദിക്റാണ്. എന്തിന്? പിശാചിന്റെയും മറ്റും ദുഷിച്ച ആത്മാക്കളുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ദിക്റാണ്. മഹാത്മാക്കളോട് കാവൽ ചോദിക്കുന്ന ദിക്റാണ്. ഫൽ മുറാദു ബികലിമാതില്ലാഹി, അപ്പോൾ ഈ ആയത്തിന്റെയും ആ മഅഖൂലിന്റെ ഇൽമിലും സ്ഥിരപ്പെട്ടതനുസരിച്ച് കലിമാത്തുള്ള എന്ന് പറഞ്ഞാൽ തിൽക്കൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ, ആ മഹത്തായ സംശുദ്ധമായ ഉന്നതമായ ആത്മാക്കളാണ് കേട്ടോ. ഇങ്ങനെ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ കബളിപ്പിക്കാൻ ഈ മൗലവിമാര് ശ്രമിക്കുന്നത്? മറ്റൊരു സ്ഥലത്ത് ഇമാം റാസി പറഞ്ഞില്ലേ, വഖൗമും മിൻഹും വക്കലൂന ബിഹിഫ്ളി ബനി ആദം, ആദം മക്കളുടെ അഥവാ മനുഷ്യ മക്കളുടെ കാവൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്നെ പറയുകയാണ്, വദാലിക ലിഅന്ന കുല്ല ഹാലിൻ മിൻ അഹ്വാലിൽ ആലമി സുഫല മുഫവ്വദുൻ ഇലാ തദ്ബീരി വാഹിദിൻ മിനൽ മലായികത്തി അല്ലദീന ഹും അമ്മാറുൽ ആലമിൽ വസുകാന ബിഖാഇസ് സമാവാത്ത്. മലക്കുകൾ അവർ ഉപരിമണ്ഡലത്തിലുള്ളവരാണെങ്കിലും ഈ ഭൂമി ലോകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണവർ. അതിനൊക്കെയും ഇമാം റാസി തെളിവ് പറയുന്നത് വൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്താണ്. അതിന്റെ പുറമെ മഹാത്മാക്കൾ, മരിച്ചുപോയ ആളുകളെ മഹാത്മാക്കൾ, അതിനെക്കുറിച്ചും ഇമാം റാസി പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ് വിശദീകരിച്ചിട്ട് അവസാനം പറയുന്ന സുമ്മൽ അർവാഹുൽ ബസരിയ്യത്തുൽ ഖാലിയത്തു അനിൽ അലായത്തിൽ ജിസ്മാനിയത്തിൽ മുസ്താഖത്തി ഇലൽ ഇത്സാലിൽ ഉൽമി ബഅദ ഖുറൂജിഹാ മിൻ ളുൽമത്തിൽ അജ്സാദി തദ്ഹബു ഇലാ ആലമിൽ മലായികത്തി വമനാസിലിൽ ഖുദ്സി അലാ അസ്റയിൽ വുജൂഹി ഫീ റൗഹിൻ വറൈഹാൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ മഹാത്മാക്കളും അതേ വലാസക്ക അന്നൽ അർവാഹ السابقة إلى هذه الأحوال أسرف ولا جرم وقع القسم بها ثم إن هذه الأرواح الشريفة العالية لا يبعد أن يكون فيها ما يكون لقوتها وشرفها يظهر منها آثار في أحوال هذا العالم فهي فالمدبرات أمرا. أليس أن الإنسان قد يرى أستاذه في المنام ويسأله عن مشكلة فيرشده إليها؟ أليس أن الابن قد يرى أباه في المنام فيهدي إلى كنز مدفون. മരിച്ചുപോയ ഉസ്താദ് ചില കാര്യങ്ങൾ ഉറക്കിൽ പറഞ്ഞു കൊടുക്കുന്നില്ലേ? ബാപ്പ മക്കൾക്ക് ഉറക്കിൽ നിർദ്ദേശം കൊടുക്കുന്നില്ലേ? അങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കിട്ടുന്നില്ലേ? അങ്ങനെ മഹാത്മാക്കൾക്ക് ലോകത്ത് പല സംഗതിയിലും ഇടപെടാൻ സാധിക്കുമെന്ന് ഇമാം റാസി ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവസാനം പറയാണ്, തഫ്സീർ ഏത് തന്നെ നിങ്ങൾ പറഞ്ഞാലും വഅലം അന്നൽ വുജൂഹൽ മൻഖൂലത്താനിൽ മുഫസ്സിരിന ഗൈറു മൻഖൂലത്തിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസാ. ഇതിൽ പറയുന്ന ഒരൊറ്റ തഫ്സീറും റസൂലുള്ള പറഞ്ഞതല്ല, മുഴുവനും പണ്ഡിതന്മാരെ അറബി വാചകം നോക്കി പറയുന്ന തഫ്സീറാണ്. ഹത്താ ലാ യുംകിന സിയാദത്തു അലൈഹാ. അതുകൊണ്ട് ആ മുൻഗാമി മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീറെ പറയാൻ പാടുള്ളൂ എന്ന് ധരിക്കാൻ പാടില്ല. ബൽ ഇന്നമാ ദക്കറു ആലി ഖൗലിൽ ലഫ്ളി മുഹത്തമിനല്ലഹ. വാചകത്തിന് അങ്ങനെയും സാധ്യതയുള്ളത് കൊണ്ട് അവർ പറഞ്ഞതാണ്. ഫൈദാ കാന ഇഹ്തിമാലുൽ ലഫ്ളി ലിമാ ദക്കർനാഹു. നമ്മൾ ഈ പറഞ്ഞതിനും വാചകം ഇഹ്തിമാൽ സാധ്യതയുള്ളതാണ്. ലൈസ ദൂന ഇഹ്തിമാലിഹി ലിൽ വുജൂഹില്ലതി ദക്കറുഹാ.
ലം യകുൻ മാ ദക്കറുഹു ഔലാ മിമ്മാ ദക്കർനാഹു. അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞ തഫ്സീർ മാത്രമേ പറയാവൂ എന്ന് പറയാൻ തന്നെ പാടില്ല. ഇല്ലാ അന്നഹു ലാ ബുദ്ദ ഔലാ മിൻ ദഖീഖത്തി. എന്ത് വിശദീകരണമാണ് ഇമാം റാസിയുടെ വിശദീകരിക്കുന്നത്? അതുകൊണ്ട് എല്ലാ തഫ്സീറും സ്വീകരിക്കാമെന്ന് ഇമാം റാസി വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ലേ? റാസി എന്താണെന്ന് കാണാതെ ഏതോ മൗലവി എഴുതിത്തരുന്നത് ഛർദ്ദിക്കാൻ വേണ്ടി വന്നാൽ മൗലവി എന്നിട്ട് മാളിയക്കലിനെ കുറ്റം പറയുകയാണ്. മാളിയക്കല്ലതാ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, പണ്ഡിതനാണ്, അദ്ദേഹം കുറെ കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ വിവരമില്ലാതെ അദ്ദേഹത്തിനെയും നെല്ലിക്കുത്തുസ്താദിനെയും സാധുവായ എന്നെയും എന്തിനു ചീത്ത പറയണം? നിങ്ങൾക്ക് പഠിക്കാൻ വരൂ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു സിറാജുൽ ഹുദയിലേക്ക്, ഭക്ഷണവും തന്നേക്കാം, എന്റെ ദർസിലൊന്ന് പങ്കെടുക്കൂ മൗലവി. ഇനി ഇതൊക്കെ മൗലവി എന്തിനാ കളിച്ചത്? അഊദു ബിറസൂലില്ലാഹി അഊദു ബില്ലാഹി എന്നല്ലാതെ പറഞ്ഞുകൂടാന്ന് വ്യക്തിത്വം സിറ്റീനോട് കാവലി വെച്ചുകൂടാന്ന് വരാനല്ലേ? എന്നാ സഹീഹ് മുസ്ലിം മറിക്കൂ മൗലവി. കാണാം സഹീഹായ ഹദീസിനെ തഫ്സീറൊക്കെ അവിടെ കട്ടെ. അഊദു ബില്ലാഹി ചൊല്ലിയാര് അബൂ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടിമ അബൂ മസ്ഊദ് റളിയല്ലാഹു അടിച്ചപ്പോ അടിച്ചിട്ട് നിൽക്കുന്നില്ല, അടി നിൽക്കുന്നില്ല. അപ്പൊ എന്ത് ചൊല്ലി? അഊദു ബിറസൂലില്ലാഹ്, അള്ളാന്റെ റസൂൽ കേൾക്കുന്നുണ്ട് അഊദു ബിറസൂലില്ലാഹ് എന്ന് ചൊല്ലുന്നത്. അപ്പൊ അടി നിന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസില്ലേ? അപ്പൊ സൃഷ്ടികളോട് കാവല് ചോദിച്ചുകൂടാ എന്നതിനല്ലേ നിങ്ങളും വളഞ്ഞു പിടിച്ചതൊക്കെ, ഞങ്ങളെ ചീത്ത പറഞ്ഞതൊക്കെ? മുസ്ലിമിലില്ലേ ആ ഹദീസ് അഊദു ബിറസൂലില്ലാഹ് എന്ന് പറഞ്ഞ ഹദീസ്? ഇനി സഹോദരന്മാരെ, റാസിയിൽ തന്നെ ഇല്ലേ മലക്കുകളോട് കാവൽ ചോദിക്കുന്നതിനെ കുറിച്ച് മറ്റൊരു സ്ഥലത്തില്ലേ? ആരോടാ ഇതൊക്കെ പറയും? എന്തെങ്കിലും അന്തം കമ്മീൻ, ഈ അന്തം കമ്മീനോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി ദീവാനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയാള് പറയുന്നത് ഈ മാലയും മൗലിയൊക്കെ കള്ളക്കഥയാണ്, അതുകൊണ്ടാണ് ഞാൻ മുജാഹിദായത്. നിങ്ങൾ ചെല്ലണ്ടെന്ന് വെച്ചാ പറ മുജാഹിദാണോ? കള്ളക്കഥയാണ് ഇതിന്റെ വെക്കുക എന്നൊക്കെ മുജാഹിദാണോ? എന്നാ നിങ്ങളെ മൗലവിമാരെ മാലയൊക്കെ സഹിയായ ദീസ. ഞാൻ ചെല്ല ഒരു മാല, മൗലവിന്റെ മാല സഹിയായ ദീസ കൊണ്ട് തെളിയിക്കണേ മൗലവി. സ്വർഗത്തിലേക്കു കോതിച്ച് ചേതന വേദന ശാന്തിതൻ സായോജ്യമാകുവാൻ. മൗലവിന്റെ മാലയാ പ്രസിദ്ധീകരിച്ചല്ലേ അൽ ഇസ്ലാഹിലി. എന്താപ്പോ ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുന്നു, മറ്റുള്ള മൗലവിമാരൊക്കെ വീഡിയോ ക്യാമറ എടുത്തിങ്ങനെ നിൽക്കുന്നു ഉമർ മൗലവിന്റെ കുതിക്കൽ കാണാൻ. സഹിഹ് ഹദീസിലുണ്ടോ മൗലവി? ഖുർആനിലായിരിക്കുള്ളത് അല്ലേ? സ്വർഗത്തിലേക്കു കോതിച്ച് ചേതന. എന്നിട്ട് ഇതിലെന്താ പറയുന്നത്? ഉമർ മൗലവി മരിച്ചതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാണ്ട് പോലും ഭയങ്കരം തന്നെ. കണ്ണുനീരൊട്ടിയിട്ടൊട്ടാകെ പുല്ല് പൊടിച്ചുപോയി, പുല്ല് മുളച്ചുപോയി. കേട്ടോളി. കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമർ മൗലവിനോട് പറയാണ്, നിനക്കൊരു രണ്ടാമനില്ലാത്തതുകൊണ്ട് കേരള മക്കൾക്ക് അറിയാണ്. കാരണം അയാളെപ്പോലെ ആയത്തിന്റെ അർത്ഥം കക്കാൻ പറ്റുന്ന വേറൊരു മൗലവിനെ കിട്ടണ്ടേ. പിന്നെ പറയുന്നത് എന്താണ്? ഉമർ മൗലവി പഠിച്ചവനാണ്, കേരളം ഉണ്ടാക്കിയെന്നെ മൂപ്പരാണ്. കേട്ടോളി. പരശുരാമൻ മെഴുകുതിരിട്ടാ കേരളം ഉണ്ടായെന്ന് ഒരു അന്ധവിശ്വാസമുണ്ട്. അതിന് ഇതിൽ പറയാണ് അങ്ങനെയൊന്നല്ല, ഉമർ മൗലവി ഉണ്ടാക്കിയാണ്. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. ഗുരോന്ന് മരിച്ചുപോയ മൗലവിനെയും വിളിക്കുന്നത് ശൈഖേന്ന് അതിന്റെ മാന. ഇത് സഹിഹ് ഹദീസാ മൗലവി? ഇത് പച്ചക്കള്ളമല്ലേ? സ്വർഗത്തിലേക്ക് ഉമർ മൗലവി കുതിച്ചു, നല്ല കുതിക്കല. മുഹമ്മദ് നബി അള്ളാഹ്ക്ക് ഭയപ്പെടാത്ത ആളാണ് തന്നെ മൗലവി കുതിക്കുന്നു സ്വർഗത്തിലേക്ക്. പിന്നെ എന്താണ്? പിന്നെ മൗലിദ്, ഉമർ മൗലവിന്റെ മൗലിദ് രണ്ടൂട്ടരും രണ്ട് മുജാഹിദും കൂടിയുള്ളതാ. ആദ്യത്തെ മൗലവി ഹദീസ കാന ശൈഖ് ഉമർ അഹ്മദ് മലൈബാരി ദാഇയതൻ കബീറൻ സഹയാതിഹി ലിഖിദ്മത്തിദ്ദീൻ. മൗലിദ് അത്തൗഹീദിൽ വന്നതാ. അത് ഓർമ്മകളിലൂടെ തന്നെ ബുക്കിലുണ്ട്, രണ്ടാളും ഇറക്കിയതാ ഇത് മൗലിദ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇത് വേറെ ബുക്കിലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തിന്? ഇത് മൗലിദ് ഇങ്ങനെ ഓതാനേ. എന്നിട്ട് പിന്നെ ഉമർ മൗലവിനെ പറ്റി ബൈത്ത് ഇതാ ഓർമ്മകളിലൂടെ തന്നെ ബുക്ക്. ബൈത്ത് ഉമർ മൗലവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെല്ലിയാണ്. മൗലായ ചൊല്ലണ്ട. എന്നിട്ട് പിന്നെ ഉമർ മൗലവിനെ വിളിച്ചിട്ട്
ഉമർ മൗലവിയോട് പിന്നിങ്ങനെ പറയാണ്. എന്താ പറയുന്നത്? ഉമർ മൗലവി ഇബ്രാഹിം നബിനെ പോലത്തെ ആളാണ്. ചുരുങ്ങിയ ആളൊന്നല്ലോ, ഒലുഹിയ തർക്കേണ്ടി വരും ചിലപ്പോ മൂപ്പര വകയിൽ. കേട്ടോളി. അസ്ലം لتكون فينا أمة الأحرار ഓ മിസില ഖലീലിഹി, അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം നബിനെ പോലത്തെ ആളാണ് നിങ്ങൾ. പിന്നെ പറയുന്നത്, പിന്നെ മൗലവീനെ വിളിച്ചിട്ട് പിന്നെ ദ്വായ ഖഹാറായ പടച്ചവനിലേക്ക് അടുക്കാൻ ഞാൻ അഭയം തേടുന്ന മൗലവി സാഹിബേന. പിന്നെ മൗലവീനെ വിളിച്ച് പ്രാർത്ഥനയാണ്. എന്റെ പിന്നെ മൗലവീനോട് ബേജാറായവന്റെ പ്രാർത്ഥന ഞാനിതാ മൗലവി നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. പിന്നെ മൗലവീനോട് അല്ലാഹു യജ്മഉന ബിജന്നാതിന്നുല, മൗലവി നിങ്ങൾ നമ്മൾ ഈ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നല്ല സ്വർഗ്ഗായിരിക്കും രണ്ടാകും. അതാണ് നിങ്ങളെ മൗലിദ്. ഈ മൗലിദും മാലയും ചൊല്ല ആയിരിക്കും നമ്മളെ എന്താ ഈ ചെവിയോ അല്ലേ ബാക്കവിയോ. ഇപ്പോ അങ്ങോട്ട് പോയ മൗലവിക്ക് മൂപ്പർക്ക് അത് ചൊല്ല. മങ്കൂസ് മൗലിദ് പറ്റൂല, നമ്മളെ മൗലിദൊന്നും പറ്റൂല. ഇനി ഞാൻ കേൾപ്പിക്കുന്ന ഒരു തമാശയാണ്. ആ തമാശ അതുകൂടി ഒരു കാര്യം കൂടി കേൾപ്പിച്ച് ഒരു തമാശ കേൾപ്പിച്ചിട്ട് സലാത്ത് ജലിപ്പിക്കുക. അതെന്താ അറിയോ? മൂപ്പര് പറയുന്നത് ഒരു ദാരിമി ഞെട്ടിപ്പോയി. എന്താക്കാനാ ദാരിമി ഞെട്ടിയത്? ഞങ്ങൾ എന്താക്കാനാ? ദാരിമി ഞെട്ടിപ്പോയി. എന്താ ദാരിമി? ഏത് ദാരിമികൾ നമ്മളെ കൂടെ കുറെ ദാരിമികൾ, അവരൊന്നും ഞെട്ടൂലട്ടോ. അവർ ഞെട്ടാത്ത ദാരിമികളാണ്. ഒരു ദാരിമി ഞെട്ടിപ്പോയോലോ. എന്തേ ഞെട്ടാൻ കാരണമെന്നറിയോ? അത് നഫീസത്തുൽ മിസ്രി എന്ന നഫീസത്ത് മാലയിൽ ഉണ്ട് പോലും. തവാഫ് കബറ് തവാഫ് ചെയ്യണമെന്നും സൈ ചെയ്യണമെന്നും അതങ്ങ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ദാരിമി ഞെട്ടിപ്പോയി. തർക്കേടില്ല, നമ്മളെ ശംസുദ്ദീൻ പാലത്തിനെ വിളിച്ചിട്ടൊന്ന് മന്ത്രിപ്പിച്ചാൽ മതി. അങ്ങനെ മൂപ്പറുള്ള ശൈത്താനുകളൊക്കെ ചെയ്യുന്ന ആള് മൂപ്പരും അതുപോലത്തെ ഡോക്ടർ സുബൈറും നമ്മളെ ഇയാളും പറ്റും, നമ്മളെ സക്കരിയ സലാഹി, അവരൊക്കെ കൂട്ടിയിട്ടൊന്ന് മന്ത്രിപ്പിച്ചാൽ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്നറിയോ? ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന് വെച്ചാട്ടെ, അവനെ ദാരിമി ഞെട്ടി ഒന്ന് വെച്ചാട്ടെ, അയാളെ പ്രസംഗം ആരാധന അവർക്ക് തന്നെ സമർപ്പിക്കുന്ന അവസ്ഥ. നഫീസത്ത് മൗലിദ് ഞാൻ ഈയിടെ ഒരു യാത്രയിൽ, കാസർഗോട്ടേക്കുള്ള യാത്രയിൽ ദാരിമിയേക്ക് കാണിച്ചപ്പോൾ അദ്ദേഹം മുമ്പ് ആ വരി കണ്ടില്ലായിരുന്നു. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം ഇന്നും സുന്നി പ്രസ്ഥാനത്തുള്ള ഒരു ദർജയിൽ ദുആ ചെയ്യുന്ന പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊക്കെ ഞാൻ നഫീസത്ത് മൗലിദ് കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു, നഫീസത്ത് ബീവിയുടെ ദർഗ തവാഫ് ചെയ്യാനും സഅയ് ചെയ്യാനും യാ ത്വാഹിറ എന്ന് വിളിച്ചുകൊണ്ട് നിനക്ക് ആഗ്രഹമുള്ളതെല്ലാം തേടിക്കോ എന്ന് പറയുന്ന അതിലുള്ള ബൈത്ത്, ആ പാട്ടിന്റെ വരികൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തുകൊണ്ട്? എന്റെ സുഹൃത്തുക്കളായ മുതഅല്ലിമുകളെ, പള്ളി ദർസിൽ പഠിച്ചവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആ മൗലൂദ് കിതാബ് നിൽക്കുവാനെ മൂപ്പരെ ഞെട്ടിപ്പോയി. ഭയങ്കര ഞെട്ടല, ഞെട്ടി. മന്ത്രിക്കാന് നമുക്ക് ഏതൊക്കെ ഒരു മൗലവിനെ പറഞ്ഞു കൊടുക്കാം. മന്ത്രിക്കാൻ എന്താ വിഷയോ? അതിൽ തവാഫ് എന്ന് പറഞ്ഞാൽ എടുത്താട്ടെ. എന്താണ്? അപ്പൊ തവാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മൗലവി തവാഫ് എന്ന് പറഞ്ഞാൽ തുഫ് എന്ന് തന്നെയാണ് വെക്കുക. അതിൽ തന്നെ പഴയ ചെറിയ ഉള്ളത് അതുപോട്ടെ. ഇനി തുഫ് തന്നെയാണ് വെക്കുക. എന്നാൽ കാബൻ തവാഫ് എന്ന അർത്ഥത്തിലെ തവാഫ് എന്ന് ഉപയോഗിക്കുള്ളൂ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അർത്ഥം പറ മൗലവി. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. സ്വർഗത്തിൽ കടന്നിട്ടുള്ള ആളുകളുടെ അടുക്കൽ കുട്ടികൾ വന്ന് തവാഫ് ചെയ്യുന്നു. എന്താ അർത്ഥം? സ്വർഗത്തിൽ കടന്ന ആൾക്കാരെ അടുത്ത് കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കാബത്തിന്റെ അടുക്കൽ നടക്കുമ്പോൾ തവാഫ് ചെയ്യുന്ന. പോയിട്ടൊന്ന് എടുത്തു നോക്കാം മാനി മൗലവിന്റെ പരിഭാഷ. അതുപോലെ വേറൊന്ന്, ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. ആ കൃഷി തവാഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ കാബൻ തവാഫ് ചെയ്യുമ്പോൾ തവാഫ് ചെയ്യുന്ന എന്താണ് അർത്ഥം?
നിങ്ങളെ മൗലവിമാര് ഖുർആൻ പരിഭാഷയിൽ എന്താ അർത്ഥം വെച്ച് നോക്കുക. തവാഫുദിൽ എന്താ അർത്ഥം വെച്ചത്? ചുറ്റിപ്പറ്റി നിൽക്കുക, ചുറ്റിപ്പറ്റി നിൽക്കുക, അവിടെ പോയി കൂടുക എന്നൊക്കെ അതിനർത്ഥമില്ലേ? പൂച്ചനെ പറ്റി വരെ ഹദീസിലില്ലേ? തവാഫുനാൻ, തവാഫ് ചെയ്യുന്ന ജീവിയാണ്, എന്നാ ചുറ്റിപ്പറ്റി കളിക്കുന്ന ജീവിയാണ്. മഖ്ബറ ചുറ്റിപ്പറ്റി കളിച്ചോ എന്നാ പറഞ്ഞത്, കവർച്ച ചെയ്യാൻ പോണ്ട. മഖ്ബറ, നഫീസത്തുൽ മുസ്ലിമിന്റെ മഖ്ബറ ചുറ്റിപ്പറ്റി നീങ്ങിക്കോന്നാ പറഞ്ഞത്. അതാ തവാഫിന്റെ വാക്കിൽ. തവാഫിന്റെ വാക്കിന്റെ അർത്ഥം പഠിക്കണോ കേട്ടോ. തവാഫ് എന്ന് കേൾക്കുമ്പോഴേക്ക്, സലാത്ത് എന്ന് കേൾക്കുമ്പോഴേക്കൊക്കെ നിസ്കാര, സലാത്ത് എന്ന് കേട്ട ഒക്കെ നിസ്കാര. വസല്ലി അലൈഹിം മിന്ന സലാത്തക സകനുൽ ലഹും. എന്നാ ജീവിച്ചിരിക്കുന്നവർ സദഖ കൊണ്ട് കൊടുത്താൽ അവരെ മയ്യിത്ത് നിസ്കരിക്കണോ അതിന്റെ അർത്ഥം? അല്ലെ നൂറ് കേൾക്കണോ അതിന്റെ അർത്ഥം? സലാത്ത് എന്ന് കേൾക്കുമ്പോൾ നിസ്കാരം അർത്ഥം വെക്കല. അതുപോലെ തുഫ് എന്ന് പറഞ്ഞാൽ ആ തവാഫ് എന്ന വാചകത്തിന് എത്ര അർത്ഥങ്ങളുണ്ട് അറബിയിൽ? എന്താണ് ഈ മനുഷ്യന്മാർക്ക് പറ്റിപ്പോയത്? പിന്നെ മൂപ്പര് സൈ എന്ന് പറഞ്ഞില്ലേ, സൈ. വമൻ അറാദൽ ആഖിറത വസഅലഹാ സയ്യഹാ. ആഖിറത്തിനെ ഉദ്ദേശിച്ചിട്ട് ആഖിറത്തിന്റെ സയ്യത്തും സയ്യ് ചെയ്താൽ എന്താ ഇതിന്റെ അർത്ഥം? ആഖിറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം പോവാന്നാ. സൈ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, പ്രവർത്തിക്കാനല്ലേ. അപ്പൊ മഖ്ബറെ പോയിട്ട് യാസീൻ ഓതിയിട്ട് നന്നായിട്ട് ദ്വാരുന്നോ എന്നാ പറഞ്ഞില്ല മയ. അതാ പോയി വന്നോ, അല്ലാതെ നമ്മൾ മക്കയിൽ നടക്കുന്ന സൈയാണോ അത്? അപ്പൊ സയ്യെന്ന് കാണുമ്പോഴേക്ക് ദാരിമി ബേജാറായി പോയി. ഈ വിവരക്കേട് മുഴുവനും വിളിച്ചു പറഞ്ഞ ഈ ആൾക്കാര് വന്നിട്ട് ഇവിടുന്ന് ഒരു മൗലവി പറയുന്നത്, ഈ പണ്ഡിതന്മാരെ നമ്മക്ക് കിട്ടിയത് ഭയങ്കര അനുഗ്രഹമായി പോയി പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ വിവരക്കേട് മുഴുവനും പറഞ്ഞ ഇവരെ പറ്റി പറയാണ്, ഇവരെല്ലാം നമ്മളെ പ്രസ്ഥാനത്തിൽ വന്ന് ഭയങ്കര അനുഗ്രഹമായി പോയി, ഭയങ്കര അനുഗ്രഹത്തിന് ഇവരെ കിട്ടിയത്. അത് വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പണ്ഡിതന്മാരെ നമുക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനത്തെ കുറച്ചും കൂടി കിട്ടിയാൽ, ഇങ്ങനത്തെ കുറച്ചും കൂടി കിട്ടിയാൽ മുജാഹിദ് ആകേണ്ടി എല്ലാവും. അതും കൂടി കിട്ടിയാൽ മതി. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് വേരുറച്ച പ്രസ്ഥാനമാണ്. അതിന് തെളിവ് ഖുർആനാണ്, അതിന്റെ തെളിവ് ഹദീസുകളാണ്, അതിന്റെ തെളിവ് മഹാന്മാരായ സഹാബത്തിന്റെയും ഇന്നുവരെയുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളാണ്. അത് മുറുകെ പിടിച്ചു ഹക്കിന്റെ മേൽ അടിയുറച്ച് ജീവിച്ച് മരിക്കണം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അള്ളാഹുവെ നിങ്ങളെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ.